ഹായ് എവ്രി വൺ. കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഹൈബ്രിഡൈസേഷനെ പറ്റി വളരെ ഡീറ്റെയിൽ ആയി സംസാരിച്ചതാണ്. അതിൻ്റെ കോൺസെപ്റ്റും തിയറിയും ഒക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയി മനസ്സിലാക്കി കഴിഞ്ഞു. ഈ സെഷനിൽ സ്പെസിഫിക്കലി നമ്മൾ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുമ്പോൾ SP3 D4 വരെയുള്ള ഹൈബ്രിഡൈസേഷൻ ഉണ്ടല്ലേ. അപ്പോൾ ലെറ്റ്സ് ഞാൻ പറയുകയാണ് SP3D2 എന്ന് പറയുമ്പോൾ ഏത് ഡി ഓർബിറ്റൽ, രണ്ട് ഡി ഓർബിറ്റലാണ് യൂസ് ചെയ്യുന്നത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. SP3D2. അപ്പോൾ ആക്ച്വലി ഡി ഓർബിറ്റൽ എന്ന് പറയുമ്പോൾ 5 ഉണ്ട് അല്ലേ. ഇതിൽ ഏതൊക്കെ ഡി ഓർബിറ്റലാണ് ആക്ച്വലി യൂസ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കി നോക്കാം. അതായത് ഹൈബ്രിഡൈസേഷനിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഓർബിറ്റൽസ് ഏതൊക്കെയാണ്, അതാണ് നമ്മൾ ആദ്യം നോക്കി കാണാൻ പോകുന്നത്. അതിനുശേഷം നമ്മൾ ഡ്രാഗോസ് റൂളിനെ പറ്റി സംസാരിക്കും. ആൻഡ് അഗെയിൻ നമ്മൾ ട്രൈഗണൽ ബൈപിരമിഡൽ ജോമെട്രി എടുത്തുകൊണ്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ബെൻസ് റൂള്, അതേപോലെ ബെറി സ്യൂഡോ റൊട്ടേഷൻ, ഇത്രയും കാര്യങ്ങളാണ് ഈ സെഷനിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ആദ്യത്തെ കാര്യത്തിലേക്ക് പോവാം, ഹൈബ്രിഡൈസേഷൻ. ലെറ്റ് സ്റ്റാർട്ട് വിത്ത് SP ഹൈബ്രിഡൈസേഷൻ. അപ്പോൾ SP ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുമ്പോൾ ഒരു S ഓർബിറ്റൽ എന്തായാലും ഉണ്ടാകും. ഇനി അടുത്ത കൺഫ്യൂഷൻ, 3 P ഓർബിറ്റൽ ഉണ്ട്, ഏത് P ഓർബിറ്റൽ എടുക്കണം എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഏതും എടുക്കാം, PX എടുക്കാം, PY എടുക്കാം, PZ എടുക്കാം. ബട്ട് ഇൻ ജനറൽ നമ്മൾ പറയും PZ ഓർബിറ്റൽസ്. നമ്മളൊരു ലീനിയാരിറ്റി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ മിക്കവാറും PZ ആയിരിക്കും എടുത്തിട്ടുണ്ടാവുക. സോ S+PZ. ഇതിൻ്റെ ജോമെട്രി എന്തായിരിക്കും? ഓഫ് കോഴ്സ് ഇതെന്തായിരിക്കും ഇവിടെ? ലീനിയർ ആയിരിക്കും. ഇതൊക്കെ നിങ്ങൾ ഇപ്പോൾ വളരെ കംഫർട്ടബിൾ ആയിരിക്കും അല്ലേ. ഇനി SP2 ഹൈബ്രിഡൈസേഷൻ, SP2 ആണെന്ന് വിചാരിക്കാം. ഏതൊക്കെയായിരിക്കും? S+PX+PY എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. ജിയോമെട്രി എന്തായിരിക്കും ഇവിടെ? ട്രൈഗണൽ പ്ലാനാർ. ട്രൈഗണൽ പ്ലാനാർ. ഓക്കെ. ഇനി 4 ആണെങ്കിലോ? SP3. SP3 ആണെങ്കിൽ S+3 P ഓർബിറ്റൽസ്, PX, അതേപോലെ PY, ദെൻ വോട്ട് PZ. അപ്പോൾ ജിയോമെട്രി എന്തായിരിക്കും? നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ടെട്രാഹെഡ്രൺ. ഇനി ഇവിടെ വേറൊരു കാര്യം കൂടെ ഉണ്ട് അല്ലേ. 4 ആണെങ്കിൽ സ്റ്റെറിക് നമ്പർ 4 ആണെങ്കിൽ ഇറ്റ് ക്യാൻ ബി ഓൾസോ DSP2. അങ്ങനെയാകുമ്പോൾ ഇവിടെ എന്തായിരിക്കും മക്കളെ? നോക്കിക്കോളെ, ഇവിടെ DX² - Y² ഉണ്ടാകും. അതേപോലെ ബാക്കി ആരൊക്കെ ഉണ്ടാവും? DSP2 ആണ്. S+PX+PY എന്നുള്ള രീതിയിലായിരിക്കും. ഇവിടെ യൂസ് ചെയ്യുന്ന ഡി ഓർബിറ്റൽ ഏതാണ്? DX² - Y² ആണ്. ആൻഡ് അഗെയിൻ ഇതിൻ്റെ ഷേപ്പ് എന്താ? ഇതിൻ്റെ ജോമെട്രി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സ്ക്വയർ പ്ലാനാർ ആണ്. എന്താണ്? സ്ക്വയർ പ്ലാനാർ. DX² - Y² ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത് സ്ക്വയർ പ്ലാനാറിൽ. ആലോചിച്ച് വെക്കണേ. ഇനി 5 ആണെങ്കിലോ? നോക്കിക്കോളെ, സ്റ്റെറിക് നമ്പർ 5 ആണെങ്കിൽ 2 പോസിബിലിറ്റി ഉണ്ട് അല്ലേ. SP3D തന്നെയാണ്. അപ്പോൾ ഇവിടെ ആരൊക്കെ ഉണ്ടാകാം? നമ്മുടെ ട്രൈഗണൽ ബൈപിരമിഡിലും ഉണ്ടാകാം. അതേപോലെ ഇവിടെ വേറൊരാളും കൂടെ ഉണ്ടാകാം. എന്താണ്? സ്ക്വയർ പിരമിഡൽ. വാട്ട് ഇസ് ഇറ്റ്? സ്ക്വയർ പിരമിഡൽ. ഓക്കെ. അപ്പോൾ ഇവിടെ ഏതൊക്കെ ഓർബിറ്റൽസ് ആണ് ഇൻവോൾവ് ആയിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. SP3 എന്ന് പറയുമ്പോൾ S+all 3 P ഓർബിറ്റൽസ്, എല്ലാ P ഓർബിറ്റൽസും PX, PY, PZ അങ്ങനെ തന്നെ എഴുതാം നമുക്ക് അല്ലേ. PX, PY, PZ. ഓക്കെ. സ്ക്വയർ പിരമിഡലും അതേപോലെ തന്നെ ഞാൻ സിംപ്ലി ഇൻ ഷോർട്ട് ആക്കിയിട്ട് ഇവിടെ എഴുതാം. നോക്കിക്കോളൂ, സ്ക്വയർ പിരമിഡൽ. ഓക്കെ. ഇതേപോലെ തന്നെയായിരിക്കും ഇതാ PX, PY, PZ. ഓക്കെ. ഇനി നമ്മുടെ ട്രൈഗണൽ ബൈപിരമിഡൽ ആണെങ്കിൽ ദിസ് വിൽ ബി DZ² ആൻഡ് ഇവിടെ ആവുമ്പോഴോ ദിസ് വിൽ ബി DX² - Y². ഇത്ര കാര്യമേ ഉള്ളൂ. ഓക്കെ. സ്ക്വയർ പിരമിഡലും ട്രൈഗണൽ ബൈപിരമിഡലും ഇതിനെപ്പറ്റി നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ സെഷനിൽ തന്നെ സംസാരിക്കാം. ബെൻസ് റൂള്, ബെൻസ് റൂള്, ബെറി സ്യൂഡോ റൊട്ടേഷൻ ഒക്കെ നമുക്ക് സംസാരിക്കാം. ഓക്കെ. അപ്പോൾ സ്ക്വയർ പിരമിഡൽ ആകുമ്പോൾ എന്തായിരിക്കും മക്കളെ? DX² - Y². ട്രൈഗണൽ ബൈപിരമിഡൽ ആകുമ്പോൾ എന്തായിരിക്കും? DZ². ഇത്രയേ ഉള്ളൂ. ക്ലിയർ ആണല്ലോ. ഇനി 6 ആകുമ്പോൾ, 6ൻ്റെ കേസ് കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആണ് അല്ലേ. 6 ആകുമ്പോൾ ഇവിടെ നോക്കിക്കോളൂ, SP3D2 ആണല്ലേ. SP3D2 നോക്കൂ. SP3D2 എന്തായിരിക്കും ഇവിടെ ജോമെട്രി? ഒക്ടാഹിഡ്രൽ. ഒക്ടാഹിഡ്രൽ ആകുമ്പോൾ ഇവിടെ വരുന്നത് നോക്കിക്കോളൂ, S ഉണ്ടാകും. ഓഫ് കോഴ്സ് SP3 ആണല്ലേ. PX, PY, PZ ഉണ്ടാകും. ഇനിയുള്ളത് നോക്കിക്കോളൂ, DZ² ഉണ്ടാകും. പ്ലസ് എന്തുണ്ടാവും ഇവിടെ? DX² - Y² ഉണ്ടാവും. ഓക്കെ. ഏതൊക്കെയാണ്? 2 ഡി ഓർബിറ്റൽ, ആക്സിയൽ ഡി ഓർബിറ്റൽസ് ആണ് യൂസ് ചെയ്യുന്നത്. DZ² DX² - Y².
ഇനി ഇതേപോലെ കോർഡിനേഷൻ കോംപ്ലക്സിൽ എടുക്കുകയാണെങ്കിൽ അല്ലേ, കോർഡിനേഷൻ കോംപ്ലക്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും D2sp3 എന്ന് പറയുന്ന ഒരു കാര്യം. ഇവിടെയും എന്താണ്, സെയിം ആയിരിക്കും എടാ, പക്ഷേ ഇതെന്തായിരിക്കും n-1 d ഓർബിറ്റൽ ആയിരിക്കും, സെയിം ആയിരിക്കും കേട്ടോ. അതായത് dz² dx² - y² അതേപോലെ spx py pz ഇങ്ങനെ തന്നെയായിരിക്കും വരുന്നത്. പക്ഷേ ഇവരെന്തായിരിക്കും ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സ് എന്നൊക്കെ പഠിച്ചുകൊണ്ട് നിങ്ങൾ കോർഡിനേഷൻ കോംപ്ലക്സിൽ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇനി മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ കോർഡിനേഷൻ കോംപ്ലക്സ് എടുക്കുമ്പോൾ നമുക്കത് പറയാം. ഓക്കെ. ആൻഡ് അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് വേറൊരു കാര്യം കൂടെ ഉണ്ടടാ. സ്റ്റെറിക് നമ്പർ 6 ആണ് നമ്മൾ പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ SD5 എന്ന് പറയുന്ന ഒരു ഹൈബ്രിഡൈസേഷൻ കൂടെ ഉണ്ട്. ആൻഡ് ഇതിൻ്റെ ജോമെട്രി എന്ന് പറയുന്നത്, അതായത് എസ് ഉണ്ടാകും 5 d ഓർബിറ്റലും. ഓക്കെ. ഇതിൻ്റെ ജോമെട്രി എന്ന് പറയുന്നത് മക്കളെ ട്രയാഗണൽ പ്രിസമാറ്റിക് ആയിരിക്കും. എന്തായിരിക്കും? ട്രയാഗണൽ പ്രിസമാറ്റിക്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണുള്ളത്. D2sp3യും ഓഫ് കോഴ്സ് എന്താണ്, ജോമെട്രി ഒക്ടാഹെഡ്രൽ തന്നെയാണ്. ക്ലിയർ ആണല്ലോ? യെസ്. ഇനി 7 വരുമ്പോഴോ നോക്കിക്കോളെ, സ്റ്റെറിക് നമ്പർ 7 ആണ് വരുന്നത്. ഓക്കെ. അപ്പോൾ ഇതെന്തായിരിക്കും, sp3d3 ആയിരിക്കും. ഓർബിറ്റൽസ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് നോക്കിക്കോളൂ, ഏതൊക്കെയായിരിക്കും നോക്കൂ. എസ് ഉണ്ടാകും, ഓഫ് കോഴ്സ് എല്ലാ പി ഓർബിറ്റൽസും ഉണ്ടാവും അല്ലേ, p3. അപ്പോൾ px py pz ആൻഡ് അഗെയിൻ d3 എന്ന് പറയുമ്പോൾ d2 dz² dx² - y² നിങ്ങൾ കണ്ടു കഴിഞ്ഞു അല്ലേ. ഇനി മൂന്നാമത്തെ ഒരു ഓർബിറ്റൽ അത് ഏതായിരിക്കും, dxy ആയിരിക്കും. സോ ഇതിൻ്റെ ജോമെട്രി എന്ന് പറയുന്നത്, സോ ഇവിടെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നിങ്ങളോട് ചോദ്യം ചോദിക്കാം, ഏത് ഓർബിറ്റൽ യൂസ് ചെയ്യും എന്നുള്ളതൊക്കെ. ഓക്കെ. എന്തായിരിക്കും, പെൻറ്റഗണൽ ബൈ പിരമിഡൽ ആയിരിക്കും. എന്തായിരിക്കും, പെൻറ്റഗണൽ ബൈ പിരമിഡൽ. ഓക്കെ. 7 കഴിഞ്ഞു. ഇനി സ്റ്റെറിക് നമ്പർ 8 ആകുമ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ, സ്റ്റെറിക് നമ്പർ 8. ഓക്കെ. ഏതായിരിക്കും, sp3d3 ആണല്ലേ 7. അപ്പോൾ ഇവിടെ എന്തായിരിക്കും, sp3d4. എങ്ങനെയായിരിക്കും ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് നോക്കിക്കോളൂ. ഇവിടെയും 2 കേസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നോക്കിക്കോളൂ, എസും px py pz. ഓക്കെ. ഇനി ഡി ഓർബിറ്റലിനെ പറ്റി പറയുകയാണെങ്കിൽ 4 d ഓർബിറ്റലാണ് അല്ലേ. അപ്പോൾ നോക്കിക്കോളൂ, dxy ഉണ്ടാകും, dxz ഉണ്ടാകും, dyz ഉണ്ടാകും. എത്ര എണ്ണമായി, 3 എണ്ണം. ഓക്കെ. ഇനി ഇവിടെ dz² വരികയാണെങ്കിൽ മക്കളെ ഇതിൻ്റെ ജോമെട്രി എന്ന് പറയുന്നത് ഡോ ഡെക്കാഹെഡ്രൽ ആയിരിക്കും. എന്തായിരിക്കും, ഡോ ഡെക്കാഹെഡ്രൽ. ഓക്കെ. ഇനി ഇതേപോലെ നോക്കിക്കോ, എസ് പ്ലസ് px പ്ലസ് py പ്ലസ് pz. ഓക്കെ. പ്ലസ് എന്തായിരിക്കും, dxy dxz dyz. ഇതേപോലെ തന്നെ. ഇനി ഇവിടെ dz² പകരം dx² - y² ആണ് വരുന്നതെങ്കിൽ ഇതെന്തായിരിക്കും ഇവിടെ, ദിസ് ഈസ് ആക്ച്വലി സ്ക്വയർ ആൻറ്റി പ്രിസ്മാറ്റിക്. സ്ക്വയർ ആൻറ്റി പ്രിസ്മാറ്റിക്. സ്ക്വയർ ആൻറ്റി പ്രിസ്മാറ്റിക് ആയിരിക്കും വരുന്നുണ്ടാകുക. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളൊരു ഫൗണ്ടേഷൻ എന്നുള്ള രീതിയിൽ മനസ്സിലാക്കി വെക്കേണ്ടത്. ഏത് ഓർബിറ്റലാണ് ഇൻവോൾവ് ആയിരിക്കുന്നത്, എന്താണ് ഹൈബ്രിഡൈസേഷൻ, ഒക്കെ ക്ലിയർ ആണല്ലോ. യെസ്. ഇതിനുശേഷം നമ്മൾ സ്റ്റെറിക് നമ്പർ 5ഉം 6ഉം 7ഉം 8ഉം ഒക്കെ എടുത്തുകൊണ്ട് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇവരുടെ എക്സാമ്പിളും കാര്യങ്ങളും ഒക്കെ നമുക്ക് സംസാരിക്കാം. ഓക്കെ. ഇനി അടുത്തൊരു ചോദ്യം, ഹൈബ്രിഡൈസേഷൻ നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ, SP മുതൽ അല്ലേ. ഇപ്പം നമ്മളിത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ കോൺസെപ്റ്റും കാര്യങ്ങളും ഓർബിറ്റൽസും ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞു അല്ലേ. ഹൈബ്രിഡൈസേഷൻ SP മുതൽ sp3d4 വരെ നമ്മൾ നോക്കിക്കണ്ടു കഴിഞ്ഞു അല്ലേ. ഇത്രയും ഹൈബ്രിഡൈസേഷനും ജോമെട്രിയും ഒക്കെ നോക്കിക്കണ്ടു കഴിഞ്ഞു. ഇനി എൻ്റെ അടുത്ത ചോദ്യം, ലെറ്റ്സ് സേ എല്ലാ മോളിക്യൂളിനും ഹൈബ്രിഡൈസേഷൻ നിർബന്ധമാണോ? കാര്യം മനസ്സിലാക്കണേ, ഹൈബ്രിഡൈസേഷൻ ആക്ച്വലി എല്ലാ മോളിക്യൂളിനും നിർബന്ധമാണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഞാൻ പറയും, എല്ലാ മോളിക്യൂളിന് ഹൈബ്രിഡൈസേഷൻ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാൻ നേരത്തെയും പറഞ്ഞിരുന്നു, ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു തിയററ്റിക്കൽ കോൺസെപ്റ്റ് ആണ്. മോളിക്യൂളിന് ഹൈബ്രിഡൈസേഷൻ ഉണ്ടായിരിക്കണം എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. ഇതാണ് മക്കളെ പറയുന്നത് ഡ്രാഗോസ് റൂൾ. സിംപ്ലി പറയുകയാണെങ്കിൽ ലെറ്റ്സ് സേ ഒരു എക്സാമ്പിൾ എടുത്തുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞുതരാം. വളരെ കഥ കേൾക്കുന്ന പോലെ നിങ്ങൾ അങ്ങ് കേട്ടു പോയാൽ മതി. നോക്കിക്കോ, NH3. ഓക്കെ. ഇവിടെ PH3 ASH3 ഫോസ്ഫറസ്, നൈട്രജൻ ഫോസ്ഫറസ്, ആർസനിക്, ആൻറ്റിമണി. ഓക്കെ. ഇങ്ങനെയാണ് വരുന്നത് അല്ലേ. NH3യുടെ ബോണ്ട് ആംഗിൾ എത്രയാണ്, 107 എന്ന് ഞാൻ പറയും. ഓക്കെ. PH3 എന്ന് പറയുന്നത് റഫ്ലി 93 ആണ്. 92 91 ഡിഗ്രി എന്നുള്ള രീതിയിൽ എനിക്ക് എഴുതാൻ പോകാൻ പറ്റും.
സോ റഫ്ലിയാണ് ഞാൻ പറയുന്നത്. ആൻഡ് ഇത് ജസ്റ്റിഫൈഡും കൂടിയാണ് അല്ലേ. ഇവിടെ നിന്ന് ഇവിടത്തേക്ക് വരുമ്പോൾ ഇത് ആക്ച്വലി ജസ്റ്റിഫൈഡ് ആണ്. എന്തുകൊണ്ടാണ്? കാരണം ബോണ്ട് ആംഗിൾ എന്താകും? ഡിക്രീസസ്. ബോണ്ട് ആംഗിൾ ഡിക്രീസസ് ആസ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് സെൻട്രൽ ആറ്റം ഡിക്രീസസ് അല്ലേ. ഇവിടെ നിന്ന് പോകുമ്പോൾ ഫോസ്ഫറസ്, ആർസനിക്, ആന്റിമണി ഇലക്ട്രോനെഗറ്റിവിറ്റി എന്താകും? ഡിക്രീസ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആൻഡ് ഇവിടെയും എന്ത് ചെയ്യുന്നുണ്ട്? ബോണ്ട് ആംഗിൾ ഡിക്രീസ് ചെയ്യുന്നുണ്ട്. 93, 92, 91. പക്ഷേ NH3യിൽ നിന്ന് PH3യിലേക്ക് പോകുമ്പോൾ നോക്കിയേ നിങ്ങൾ, ഇവിടെ എന്തുണ്ട്? യെസ്, ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിക്രീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെയുള്ള ബോണ്ട് ആംഗിൾ ഡിക്രിമിനന്റ് നിങ്ങൾ നോക്കിയേ, ഒരു വലിയൊരു ഡിക്രിമിനന്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അല്ലേ. 107ൽ നിന്ന് 93യിലേക്ക് പോകുന്നത് കാണാം. എന്തായിരിക്കും കാരണം? നോക്കിക്കോളെ, ഇവിടെ ആക്ച്വലി NH3 എന്ന് പറയുമ്പോൾ നമ്മുടെ NH3 എങ്ങനെ നമ്മൾ വരയ്ക്കുക? ഇതാ NH3 ഇങ്ങനെയാണല്ലോ. നമ്മുടെ ഹൈബ്രിഡൈസേഷൻ കോൺസെപ്റ്റിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ 3 സിഗ്മ 1 ലോൺ പെയർ എന്നൊക്കെ എടുത്ത് 4sp3 എന്നൊക്കെ നമ്മൾ എഴുതി അല്ലേ. അല്ലെങ്കിൽ ഇതാ ഇങ്ങനെയായിരുന്നു അല്ലേ. 1s2 2s2 2p3 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇതാ ഇങ്ങനെ അല്ലേ. ദിസ് ഇസ് 1. ഇതാണ് നമ്മുടെ ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് അല്ലേ. 4 ഹൈബ്രിഡൈസ്ഡ് 4sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ എന്തിനാണ് ആക്ച്വലി ഇവിടെ നോക്കിക്കോളെ, sp3 ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുമ്പോൾ ഇതെന്തായിരിക്കും? ടെട്രാഹെഡ്രൽ. എന്താണ് ബോണ്ട് ആംഗിൾ? എത്രയാണ്? 109 ഡിഗ്രി 28 മിനിറ്റ് ആണ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾ sp3 ഉണ്ടെങ്കിൽ ഇവിടെ എന്താണ്? sp3 ഹൈബ്രിഡൈസേഷൻ ആണ്. അപ്പോൾ 109 ഡിഗ്രി 28 മിനിറ്റിന് അപ്രോക്സിമേറ്റ്ലി കുറച്ചടുത്ത് നിൽക്കുന്ന ഒരു ബോണ്ട് ആംഗിൾ ആണ് അല്ലേ 107 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പറയാം ഇതിനെന്താണ്? sp3 ഹൈബ്രിഡൈസേഷൻ ആണ്. ഇനി നിങ്ങൾ PH3യുടെ കേസ് എടുക്കുക. നോക്കിക്കോളൂ, PH3 എന്ന് പറയുമ്പോൾ ഇതല്ലേ നമ്മുടെ ഫോസ്ഫറസ് അല്ലേ. ലെറ്റ്സ് സേ ഇതാണ് നമ്മുടെ 3s ആയിരിക്കും അല്ലേ. 3s അതേപോലെ യെസ് നമ്മുടെ 3p. ഇതാ 3p. ഇവിടെ ഹൈഡ്രജൻ വന്നിട്ട് ബോണ്ട് ചെയ്യുന്നു അല്ലേ. ഇതാണ് നമ്മുടെ ഹൈഡ്രജൻ. യെസ്, ഇവിടെയും എന്തുണ്ടാവും? NH3 എന്ന് പറയുമ്പോൾ ഹൈഡ്രജൻ ഉണ്ടാവും. ഇനി ഞാൻ പറയുകയാണ്, ഇത് ഫോസ്ഫറസ് 15 അല്ലേ, 3s 3p. ഞാൻ പറയുകയാണ് ഈ PH3 എന്ന് പറയുന്ന കോമ്പൗണ്ടിൽ യെസ് ഹൈബ്രിഡൈസേഷൻ ഇല്ല. നോക്കിക്കോളെ, ഞാൻ എന്താ പറയുന്നത്? നോ ഹൈബ്രിഡൈസേഷൻ. ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇല്ല. NH3 ആകുമ്പോൾ നിങ്ങൾക്കറിയാം എസും 3pയും ക്ലബ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? 4 sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ ഉണ്ടാകുന്നു. അതേസമയം PH3 ആകുമ്പോൾ ഞാൻ പറയുന്നു നോ ഹൈബ്രിഡൈസേഷൻ. അങ്ങനെ നോ ഹൈബ്രിഡൈസേഷൻ ആണെങ്കിൽ ആ കാര്യം ഞാൻ ഇവിടെ ഒന്നും കൂടെ വരയ്ക്കാം. 3s ഉണ്ട്, നമുക്ക് എന്തും ഉണ്ട്? യെസ്, നമുക്ക് 3p ഉണ്ട് അല്ലേ. അപ്പോൾ ഇവർ തമ്മിലുള്ള ബോണ്ട് ആംഗിൾ എത്രയായിരിക്കും ഇവിടെ? ഹൈബ്രിഡൈസേഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ ഈ ഓർബിറ്റൽ എന്താണ്? ആക്ച്വലി പ്യുവർ p ഓർബിറ്റൽസ് ആണ് അല്ലേ. എന്താണ്? പ്യുവർ p ഓർബിറ്റൽസ്. അങ്ങനെയാകുമ്പോൾ പ്യുവർ p ഓർബിറ്റൽ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവരുടെ ബോണ്ട് ആംഗിൾ എത്രയാണ് മക്കളെ? ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കത്തില്ലേ. കാരണം എന്താ? px py pz എന്നൊക്കെ പറയുന്നത് എന്താ? യെസ്, px py അല്ലേ. ബോണ്ട് ആംഗിൾ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും ഇവിടെ? 90 ഡിഗ്രി ആയിരിക്കും. നമുക്ക് കിട്ടിയിരിക്കുന്ന എക്സ്പെരിമെന്റിലേക്ക് കിട്ടിയിരിക്കുന്ന ബോണ്ട് ആംഗിൾ എത്രയാ? 93 ഡിഗ്രിയാണ്. അതായത് ഇവരുടെ ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി എന്താണ്? 90 ഡിഗ്രിയാണ്. വിച്ച് മീൻസ് നമുക്ക് ഇവിടെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഹൈബ്രിഡൈസേഷൻ പറയേണ്ട ആവശ്യമില്ല. കാര്യം മനസ്സിലാവുന്നുണ്ടോ? ദർ ഈസ് നോ നീഡ് ഓഫ് ഹൈബ്രിഡൈസേഷൻ. കാരണം എന്താണ്? ബോണ്ട് ആംഗിൾ എത്രയാണ്? 93 ഡിഗ്രി ആണ്. സ്വാഭാവികമായിട്ടും ഇവർ എന്ത് ചെയ്താൽ മതി? യെസ്, പ്യുവർ p ഓർബിറ്റൽസ് യൂസ് ചെയ്താൽ മതി. പ്യുവർ p ഓർബിറ്റൽസ് യൂസ് ചെയ്താൽ മതി. ബേസിക്കലി ഇവർ യൂസ് ചെയ്യുന്നത് ഗ്രൂപ്പ് 14, 15, 16 ഇത്രയും ഗ്രൂപ്പിലാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മുടെ ഡ്രാഗോസ് മോളിക്യൂൾ നമ്മൾ പറയുന്നത്. ഓക്കെ, അതായത് NH3 PH3 അതേപോലെ സൾഫറിൻ്റെ ഓക്സിജൻ്റെ ഗ്രൂപ്പിൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നോക്കിക്കോളൂ, കാര്യങ്ങൾ മനസ്സിലായല്ലോ. സിംപ്ലി NH3 നമ്മൾ ബോണ്ട് ആംഗിൾ ഹൈബ്രിഡൈസേഷൻ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യും. ഇവിടെ PH3യിലേക്ക് വരുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല, ഹൈബ്രിഡൈസേഷൻ്റെ ആവശ്യമില്ല. ആവശ്യമുണ്ടെങ്കിലല്ലേ അത് യൂട്ടിലൈസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ അല്ലേ. ഇവിടെ എന്താണ്? പ്യുവർ p ഓർബിറ്റൽസ് ആണ് യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് പറയാം ദീസ് ആർ ഡ്രാഗോസ് മോളിക്യൂൾസ്. PH3 ASH3 SBH3 എന്നൊക്കെ പറയുന്നത് എന്താണ്? ഡ്രാഗോസ് മോളിക്യൂളാണ്. ഇനി എന്താണ് ഇവരുടെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്? മക്കളെ, ബേസിക് ക്യാരക്ടർ പറയാനാണ്. യെസ്, ബേസിക് ക്യാരക്ടർ നമുക്കൊന്ന് നോക്കി നോക്കാം. ലെറ്റ്സ് സേ നമ്മൾ NH3 എടുക്കുന്നു. ഓക്കെ, NH3 അല്ലേ. അപ്പോൾ നിങ്ങൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു
ഈ ലോൺ പെയർ ഒക്കെ എന്ത് ഹൈബ്രിഡൈസ്ഡ് ആണ്? നോക്കൂ, sp3 ഹൈബ്രിഡൈസ്ഡ് ആണ് അല്ലേ? ഈ ലോൺ പെയർ എന്താ? ദിസ് ലോൺ പെയർ ഈസ് ആക്ച്വലി sp3 ഹൈബ്രിഡൈസ്ഡ്. ഓക്കെ, ഇനി pH3യുടെ കേസിൽ എടുക്കുമ്പോഴോ ഒന്ന് പറഞ്ഞേ, pH3യുടെ ലോൺ പെയർ എവിടെയാണ്? പറഞ്ഞു. pH3 എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മുടെ അല്ലേ, 3s ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇവിടെ ഹൈബ്രിഡൈസേഷൻ ഉണ്ടോ? ഇല്ല. ഇതെന്താണ്? പ്യുവർ ഓർബിറ്റിലാണ്. 3s പ്യുവർ ഓർബിറ്റിലാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കോ, ഇതെന്താണ്? 3s ആണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ നിങ്ങൾ പറയും പെർസെൻറ്റേജ് ഓഫ് എസ് ക്യാരക്ടർ എവിടെയാണ് കൂടുതൽ ഉണ്ടാകുക? ഇവിടെ 3s ആകുമ്പോൾ പെർസെൻറ്റേജ് എസ് ക്യാരക്ടർ ഈ ലോൺ പെയർ എത്രയാണ്? 100%. സ്വാഭാവികമായിട്ടും ഇത് എത്രയായിരിക്കും? ഇവിടെ പെർസെൻറ്റേജ് എസ് ക്യാരക്ടർ എത്രയാണ്? 25%. നിങ്ങൾക്കറിയാം പെർസെൻറ്റേജ് ഓഫ് എസ് ക്യാരക്ടറും ഇലക്ട്രോ നെഗറ്റിവിറ്റിയും തമ്മിലുള്ള റിലേഷൻ എന്താ? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് അല്ലേ? എസ് ക്യാരക്ടർ കൂടുന്തോറും ഇലക്ട്രോ നെഗറ്റിവിറ്റി സ്വാഭാവികമായിട്ടും കൂടും. അപ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി ആർക്കാ കൂടുതൽ? യെസ്, ഇലക്ട്രോ നെഗറ്റിവിറ്റി എടുക്കുമ്പോൾ പെർസെൻറ്റേജ് എസ് ക്യാരക്ടർ ഇവിടെയാണ് കൂടുതൽ. ഇയാൾക്ക് ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ ഇയാൾ നന്നായിട്ട് ഡൊണേറ്റ് ചെയ്യും. ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുക എന്ന് പറഞ്ഞാൽ ഇവരെന്ത് ചെയ്യും? ഇങ്ങനെ പിടിച്ചു വെക്കും. ഇയാൾ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഡൊണേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ആസ് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഇൻക്രീസസ് എന്തായിരിക്കും എടാ? ദ ടെൻഡൻസി ടു ഡൊണേറ്റ് ലോൺ പെയർ, വാട്ട് ഹാപ്പൻസ്? ഡൊണേറ്റ് ലോൺ പെയർ ഡിക്രീസസ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ബേസിക് ക്യാരക്ടർ എന്താവും? ഡിക്രീസസ്. സോ ബേസിക് ക്യാരക്ടർ എന്തായിരിക്കും? യെസ്, ഇറ്റ് ഡിക്രീസസ്. ബേസിക് ക്യാരക്ടർ ഡിക്രീസ് ചെയ്യും. സോ ഇവിടെ ആരായിരിക്കും കുറച്ചുകൂടെ നല്ല ബേസ്? നോക്കിക്കോളൂ, പെർസെൻറ്റേജ് എസ് ക്യാരക്ടർ കൂടി, ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ത് ചെയ്തു? കൂടി. അങ്ങനെയാണെങ്കിൽ ഇവർ ഡൊണേറ്റ് ചെയ്യത്തില്ല. ഇതെന്തായിരിക്കും? വളരെ പുവർ ആയിട്ടുള്ള ഒരു ബേസ് ആയിരിക്കും. വിച്ച് മീൻസ് pH3 is a very poor base. ഓക്കെ, നോക്കിക്കോളൂ എങ്ങനെയായിരിക്കും. ഇപ്പോൾ NH3 പ്ലസ് HCl എടുക്കുകയാണെന്ന് വിചാരിച്ചോ, എന്ത് കിട്ടുന്നത് എനിക്ക്? ഇയാൾ പോയിട്ട് ഇവർ അബ്സ്ട്രാക്ട് ചെയ്യും. ആൻഡ് ഐ വിൽ ബി ഗെറ്റിംഗ് വോട്ട് NH4 പ്ലസ് Cl മൈനസ് എന്നുള്ള രീതിയിൽ കിട്ടും. പക്ഷേ pH3 എന്ത് ചെയ്യത്തില്ല? യെസ്, pH3യും HClഉം റിയാക്ഷൻ നടക്കത്തില്ല. ഇതേപോലെ വാട്ടറിലും എനിക്ക് ചെയ്യാൻ പറ്റും അല്ലേ? നോക്കിക്കോളൂ, സോറി ഫോർ ദിസ്. ഇതേപോലെ NH3 പ്ലസ് വാട്ടർ. ഓക്കെ, എന്തായിരിക്കും എനിക്ക് കിട്ടുന്നുണ്ടാകുക? NH4OH, അമോണിയം ഹൈഡ്രോക്സൈഡ് എനിക്ക് കിട്ടും. കാരണം ഇതെന്താണ്? കുറച്ചുകൂടെ നല്ല ബേസാണ്. ഓക്കെ, അതേസമയം pH3 ഇങ്ങനെ ഒരു റിയാക്ഷൻ കാണിക്കത്തില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഓൾറൈറ്റ്, ഇതാണ് ഒരു ആപ്ലിക്കേഷൻ. ഇതേപോലെ ഇവിടെ ഇപ്പോൾ എന്താണ് 15th ഗ്രൂപ്പാണ് ഞാൻ കാണിച്ചു തന്നിരിക്കുന്നത് അല്ലേ? ഇതേപോലെ നമുക്ക് എന്തും പറയാം. യെസ്, 16th ഗ്രൂപ്പിൻ്റെ കേസിലും നമുക്ക് പറയാം. 16th ഗ്രൂപ്പ് എടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും? നോക്കിക്കോളൂ, ഇവിടെ വാട്ടർ അല്ലേ, H2O, അതേപോലെ H2S, H2SC, H2TE എന്നൊക്കെ പറയുന്നത്. ഇവിടെ എന്തായിരിക്കും? യെസ്, വാട്ടറിൻ്റെ ബോണ്ട് ആംഗിൾ 104.5 ഡിഗ്രി. ഇവിടെ എന്തായിരിക്കും? എഗെയിൻ അപ്രോക്സിമേറ്റ് ആണ് കേട്ടോ, എനിക്ക് അക്യുറേറ്റ് വാല്യൂ ഓർമ്മയില്ല. 93, 92, 91 എന്നുള്ള രീതിയിലായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ എന്തായിരിക്കും? യെസ്, വാട്ടർ എന്ന് പറയുന്നത് sp3 ഹൈബ്രിഡൈസേഷൻ ആയിരിക്കും. അതേസമയം ഇവിടെ എന്തായിരിക്കും? ഇവിടെ പ്യുവർ p ഓർബിറ്റൽസ് ആയിരിക്കും. These are pure p orbitals. Okay, so there is no need of hybridization. ക്ലിയർ ആണല്ലോ? ഇതാണ് മക്കളെ നമ്മുടെ ഡ്രാഗോസ് മോളിക്യൂൾ എന്ന് പറയുന്നത്. അതായത് ഒരു മോളിക്യൂളിന് എക്സിസ്റ്റ് ചെയ്യാൻ ഹൈബ്രിഡൈസേഷൻ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ക്ലിയർ ആണല്ലോ? യെസ്. ഇനി നമുക്ക് നമ്മുടെ AB5 ടൈപ്പിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടെ ഡിസ്കസ് ചെയ്യാനുണ്ട്. നമ്മുടെ AB5 എന്ന് പറയുമ്പോൾ സ്റ്റെറിക് നമ്പർ 5 ആണല്ലേ? യെസ്. ഹൈബ്രിഡൈസേഷൻ എന്താണ്? ഹൈബ്രിഡൈസേഷൻ ഈസ് ആക്ച്വലി ഓക്കെ sp3d അല്ലേ? ഇവിടെ 2 കേസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? DZ² ആണെങ്കിൽ അതെന്തായിരിക്കും? നമ്മുടെ വെരി ഫേമസ് ട്രയാഗണൽ ബൈപിരമിഡൽ. ഇനി DX² മൈനസ് Y² ആണെങ്കിൽ അതെന്തായിരിക്കും? സ്ക്വയർ പിരമിഡൽ ആയിരിക്കും. ദാറ്റ് വിൽ ബി സ്ക്വയർ പിരമിഡൽ. ആൻഡ് ഇവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ മിക്കവാറും കേസസിൽ ട്രയാഗണൽ ബൈപിരമിഡൽ എന്തായിരിക്കും? മോർ ഫേവേർഡ് ജോമെട്രി ആയിരിക്കും. സ്ക്വയർ പിരമിഡൽ എന്താണ്? യെസ്, ലെസ് ഫേവേർഡ് ജോമെട്രി ആയിരിക്കും. ഇതിൻ്റെ റീസൺ എന്താണെന്നുള്ളത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് സംസാരിക്കാം. ഓക്കെ, സോ ഫോർ ദ ടൈം ബീയിങ് ഞാൻ എന്തെടുക്കുകയാണ്? നമ്മുടെ
ട്രയഗണൽ ബൈപിരമിഡൽ ജോമെട്രിയെ എടുക്കുക. അപ്പോൾ നമുക്കറിയാം sp3 ഡീഹൈബ്രിഡൈസേഷൻ TBP ഇതിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയായിരിക്കും നിങ്ങൾ വരയ്ക്കുന്നുണ്ടാകുക അല്ലേ? ഇങ്ങനെ. ഇതാണ് നമ്മുടെ ഇക്വറ്റോറിയൽ ബോണ്ട്, ഇത് നമ്മുടെ ആക്സിയൽ ബോണ്ട്. ആക്സിയൽ ബോണ്ടിന് ബോണ്ട് ലെങ്ത് കൂടുതലാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇത് ഫോം ചെയ്യണമെങ്കിൽ നോക്കിക്കോളെ മക്കളെ, എങ്ങനെയായിരിക്കും? ഇങ്ങനെയാണ് ഇത് ഫോം ചെയ്യുന്നത്. ആക്ച്വലി ഇതെന്താണ്? sp2 ഹൈബ്രിഡൈസേഷൻ ആണ്. ഇനിയുള്ളത് ഇവിടെ എന്തായിരിക്കും? യെസ്, നമ്മുടെ ഈ ബോണ്ട് ആക്സിയൽ ബോണ്ട് എന്ന് പറയുന്നത് എന്താണ്? യെസ്, ദിസ് ഇസ് ആക്ച്വലി PDZ² ആയിരിക്കും. ഇത് മിക്സ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? യെസ്, നമ്മുടെ sp3 ഡീഹൈബ്രിഡൈസേഷൻ എന്ന് നമ്മൾ പറയുന്നത്. നോക്കൂ എങ്ങനെയായിരിക്കും? ഒക്കെ ക്ലിയർ ആയിക്കോളും കേട്ടോ, ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കുക. ഇതാണ് നമ്മുടെ യെസ്. അപ്പോൾ ഈ ബോണ്ട് എന്താ ആക്ച്വലി? യെസ്, ദിസ് ഇസ് ആക്ച്വലി sp2 ആൻഡ് ദിസ് ഇസ് വോട്ട്? യെസ്, ദിസ് ഇസ് PDZ² അല്ലെങ്കിൽ PD എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ നിങ്ങൾ പറയും നമ്മുടെ ഇക്വറ്റോറിയൽ ബോണ്ട് എന്ന് പറയുന്നത് എന്താണ്? sp2 ആണ്. നോക്കിക്കോളേ, ഇക്വറ്റോറിയൽ ബോണ്ട് എന്ന് പറയുന്നത് എന്താണ്? യെസ്, എസ് ക്യാരക്ടർ കൂടുതലാണ് അല്ലേ? ഇവിടെ എന്താണ്? എസ് ക്യാരക്ടർ കുറവാണ്. ഞാൻ പറയും ഇവിടെ പെർസെൻറ്റേജ് ഓഫ് എസ് ക്യാരക്ടർ എന്താണ്? ഗ്രേറ്റർ ആണ് എന്ന് ഞാൻ പറയും. ദിസ് ഇസ് ആക്ച്വലി ഗ്രേറ്റർ. ഇനി ആക്സിയൽ ബോണ്ടിൻ്റെ കേസ് എടുക്കുമ്പോഴോ ഇവിടെ എന്തായിരിക്കും? ഇവിടെ പെർസെൻറ്റേജ് എസ് ക്യാരക്ടർ എന്താണ്? കുറവാണെന്ന് എനിക്ക് പറയാൻ പറ്റും അല്ലേ? കമ്പാരിറ്റീവ്ലി പെർസെൻറ്റേജ് എസ് ക്യാരക്ടർ എന്താണ്? ലെസ് ആണ്. പെർസെൻറ്റേജ് എസ് ക്യാരക്ടർ ഇസ് ആക്ച്വലി ലെസ്. അപ്പോൾ ഇങ്ങനെ എനിക്ക് പറഞ്ഞുകൂടെ? നോക്കിക്കോളൂ, പെർസെൻറ്റേജ് എസ് ക്യാരക്ടർ കൂടുതലാണെങ്കിൽ സ്വാഭാവികമായിട്ടും ബോണ്ട് ലെങ്ത് എന്തായിരിക്കും? കുറവായിരിക്കും. ബോണ്ട് ലെങ്ത് കുറവായിരിക്കും അല്ലേ? കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇതാ ആൽക്കൈൻ sp ഹൈബ്രിഡൈസേഷൻ ആണ് അല്ലേ? 50% ആണ്. ബോണ്ട് ലെങ്ത് സ്വാഭാവികമായിട്ടും എന്തായിരിക്കും? യെസ്, കുറവാണ്. ബോണ്ട് ലെങ്ത് ഡിക്രീസ് ചെയ്യും. ആ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റും ആക്സിയൽ ബോണ്ടിന് എന്തായിരിക്കും? ഇക്വറ്റോറിയൽ ബോണ്ടിനേക്കാൾ കൂടുതൽ ബോണ്ട് ലെങ്ത് ഉണ്ടെന്ന് പറയാൻ പറ്റും. പറ്റത്തില്ലേ? യെസ്, ബിക്കോസ് പെർസെൻറ്റേജ് ഓഫ് എസ് ക്യാരക്ടർ ഇൻ ആക്സിയൽ ബോണ്ട് ഈസ് ലെസ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ബോണ്ട് ലെങ്ത് എന്തായിരിക്കും? ലാർജർ ആയിരിക്കും. അല്ലെങ്കിൽ ബോണ്ട് ലെങ്ത് എന്തായിരിക്കും? യെസ്, ബോണ്ട് ലെങ്ത് ഗ്രേറ്റർ ആയിരിക്കും ദാൻ വോട്ട്? ഗ്രേറ്റർ ദാൻ ഇക്വറ്റോറിയൽ ബോണ്ട് ലെങ്ത്. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, വേറെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. സോ എന്താ പറഞ്ഞിരിക്കുന്നത്? നോക്കിക്കോളൂ, ഇതാ ഈ sp3D എങ്ങനെയാണ് ഫോം ചെയ്തിരിക്കുന്നത്? sp2 ഇക്വറ്റോറിയലും അതേപോലെ PD ആക്സിയൽ. ആക്സിയൽ എന്ന് പറയുമ്പോൾ ഇവിടെ എന്തായിരിക്കും? DZ². അത് എഴുതിയിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, PD. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ പെർസെൻറ്റേജ് എസ് ക്യാരക്ടർ എന്തായിരിക്കും? കുറവായിരിക്കും എന്നുള്ളതാണ്. ഇവിടെ എന്തായിരിക്കും? പെർസെൻറ്റേജ് എസ് ക്യാരക്ടർ കൂടുതലാണ്. അത് നിങ്ങൾക്ക് നോക്കിയാൽ കാണും. അപ്പോൾ പെർസെൻറ്റേജ് എസ് ക്യാരക്ടർ കൂടുതലാണെങ്കിൽ ബോണ്ട് ലെങ്ത് എന്തായിരിക്കും? കുറവായിരിക്കും. ഇതേപോലെ നമ്മൾ പെൻറ്റഗണൽ ബൈപിരമിഡൽ ജോമെട്രി ഒക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. ഇതേ കോൺസെപ്റ്റ് തന്നെയാണ്. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. സോ പെർസെൻറ്റേജ് എസ് ക്യാരക്ടർ കൂടുതൽ, ബോണ്ട് ലെങ്ത് എന്താണ്? കുറവാണ്. ആർക്ക്? ഇക്വറ്റോറിയൽ ബോണ്ട്. പെർസെൻറ്റേജ് എസ് ക്യാരക്ടർ ഇവിടെ ആക്സിയൽ ബോണ്ടിന് കുറവാണ്. അങ്ങനെയാകുമ്പോൾ ആക്സിയൽ ബോണ്ട് ലെങ്ത് എന്തായിരിക്കും? ഗ്രേറ്റർ ആയിരിക്കും. ക്ലിയർ? ഇനി വേറൊരു കാര്യം ഉണ്ടടാ. ലെറ്റ്സ് സേ ഞാൻ പറയുകയാണ് PCl3F2 എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ ഞാൻ നിങ്ങൾക്ക് തരികയാണ്. അപ്പോൾ 2 കുട്ടികളുണ്ട്. ഒരു കുട്ടി എഫ് ആക്സിയൽ അറേഞ്ച് ചെയ്തു, ഒരു കുട്ടി Cl ആക്സിയൽ അറേഞ്ച് ചെയ്തു. ഫ്ലൂറിൻ എന്ത് ചെയ്തു? യെസ്, ഇക്വറ്റോറിയലിൽ അറേഞ്ച് ചെയ്തു. അപ്പോൾ ഇതിൽ ഏതാണ് ശരി എന്നുള്ളൊരു കാര്യമുണ്ട് അല്ലേ? അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതിനെയാണ് മക്കളെ ബെൻസ് റൂൾ അല്ലെങ്കിൽ സൈഡ് സെലക്ഷൻ റൂൾ എന്ന് നമ്മൾ പറയുന്നത്. നിങ്ങൾ ലോൺ പെയർ ഇക്വറ്റോറിയലിലാണ് അറേഞ്ച് ചെയ്യുക എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ എക്സാക്ട് റീസൺ നമ്മളിപ്പോൾ നോക്കിക്കാണും. സിമ്പിളായിട്ടുള്ള കാര്യമാണ്, ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, ഇതാ നിങ്ങളുടെ ആക്സിയൽ ബോണ്ടിൽ എന്താണ്? പെർസെൻറ്റേജ് എസ് ക്യാരക്ടർ കുറവാണ്. നിങ്ങളുടെ ഇക്വറ്റോറിയൽ ബോണ്ടിൽ പെർസെൻറ്റേജ് എസ് ക്യാരക്ടർ എന്താണ്? കൂടുതലാണ്. ഈ കാര്യം അറിയാലോ. ഇത്രയേ ഉള്ളൂ. പെർസെൻറ്റേജ് എസ് ക്യാരക്ടർ കുറവുള്ള സ്ഥലത്ത്, ലെസ് ആയിട്ടുള്ള സ്ഥലത്ത്, അല്ലെങ്കിൽ പെർസെൻറ്റേജ് പി ക്യാരക്ടർ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും? ഗ്രേറ്റർ ആയിരിക്കും അല്ലേ? ഇവിടെ എന്താണ്? PD എന്ന് പറയുമ്പോൾ പെർസെൻറ്റേജ് പി ക്യാരക്ടർ എത്രയാണ്? 50% ആണ്. അവിടെ ആര് വന്നിട്ട് അറ്റാച്ച് ചെയ്യും? യെസ്, ഇലക്ട്രോ നെഗറ്റീവ് ആറ്റംസ് വന്നിട്ട് അറ്റാച്ച് ചെയ്യും. ഓക്കെ. ഇനി പെർസെൻറ്റേജ് എസ് ക്യാരക്ടർ ഗ്രേറ്റർ ആണെങ്കിലോ അവിടെ ആര് പോയി അറ്റാച്ച് ചെയ്യും? ലെസ് ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ പോയിട്ട് അറ്റാച്ച് ആവും. അപ്പോൾ നിങ്ങൾ തന്നെ പറഞ്ഞോ, ഈ കോൺഫിഗറേഷനിൽ ഏതാണ് കറക്റ്റ്? മോസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ് എവിടെ വന്ന് അറ്റാച്ച് ചെയ്യണം? യെസ്,
മോസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ് പെർസെൻറ്റേജ് എസ് ക്യാരക്ടർ ലെസ് ആയിട്ടുള്ള സ്പേസിൽ പെർസെൻറ്റേജ് എസ് ക്യാരക്ടർ എവിടെയാണ് ലെസ് ആക്സിയലിൽ. അപ്പോൾ ഇതെന്തായിരിക്കും ഇവിടെ കറക്റ്റ് ആയിരിക്കും, ഇതെന്തായിരിക്കും റോങ് ആയിരിക്കും. ഇത്രയേ ഉള്ളൂ കാര്യം. ഇനി ഇതേപോലെ തന്നെ നിങ്ങൾക്ക് പറയാം ഇതാണ് നമ്മുടെ ഇക്വിറ്റോറിയൽ അല്ലേ. ഇക്വിറ്റോറിയൽ എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജ് എസ് ക്യാരക്ടർ എന്താണ് ഗ്രേറ്റർ ആണ്. ഇവിടെ ആരൊക്കെ വന്ന് അറ്റാച്ച് ചെയ്യുമെന്നറിയോ? ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട്, ലോൺ പെയർ, ലെസ് ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ പോയിട്ട് അറ്റാച്ച് ആകും എവിടെ? ഇക്വിറ്റോറിയൽ. അതേസമയം നിങ്ങളുടെ മോർ പി ക്യാരക്ടർ അല്ലെങ്കിൽ ലെസ് പെർസെൻറ്റേജ് എസ് ക്യാരക്ടർ ഉണ്ടെങ്കിൽ ഇവിടെ എന്തായിരിക്കും? ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ഫ്ലൂറിൻ CF3 പോലെയുള്ള ആളുകൾ വന്നിട്ട് അറ്റാച്ച് ആകും. ഇതാണ് ബെൻസ് റൂൾ. വിത്ത് എക്സ്പ്ലനേഷൻ പറയുകയാണെങ്കിൽ അറ്റോമിക് ഓർബിറ്റൽ വിത്ത് മോർ പെർസെൻറ്റേജ് എസ് ക്യാരക്ടർ ആർ ഡയറക്റ്റഡ് ടുവേർഡ്സ് ഇലക്ട്രോ പോസിറ്റീവ് സബ്സ്റ്റിറ്റ്യൂവൻസ്. കമ്പാരിറ്റീവ് ആണ് കേട്ടോ. പെർസെൻറ്റേജ് എസ് ക്യാരക്ടർ കൂടുതലാണെങ്കിൽ എന്തായിരിക്കും? കുറച്ചും കൂടെ ഇലക്ട്രോ നെഗറ്റിവിറ്റി ലെസ് ആയിട്ടുള്ള ആളുകൾ പോയിട്ട് അറ്റാച്ച് ആകും. വൈൽ ഓർബിറ്റൽ വിത്ത് മോർ പി ക്യാരക്ടർ, മോർ പി ക്യാരക്ടർ, ലെസ് പെർസെൻറ്റേജ് പി ഓർ വോട്ട് ഗ്രേറ്റർ പെർസെൻറ്റേജ് പി ക്യാരക്ടർ ആർ ഡയറക്റ്റഡ് ടുവേർഡ്സ് ഇലക്ട്രോ നെഗറ്റീവ് സബ്സ്റ്റിറ്റ്യൂവൻസ്. ഇത്രയേ ഉള്ളൂ കാര്യം. ക്ലിയർ ആണല്ലോ? യെസ്. ഇതാണ് നമ്മുടെ ട്രൈഗണൽ ബൈപിരമിഡൽ. ഓക്കെ, യെസ്. നോക്കിക്കോളൂ, ഇതാണ് നമ്മുടെ ആക്സിയൽ. ബോണ്ട് ലെങ്ത് കൂടുന്ന എല്ലാം എന്ത് വെച്ച് പറയാം നമുക്ക്? യെസ്, പെർസെൻറ്റേജ് എസ് ക്യാരക്ടർ വെച്ച് പറയാം. ഇവിടെ ലെസ് ആണ്, ഇവിടെ എന്താണ്? യെസ്, പെർസെൻറ്റേജ് എസ് ക്യാരക്ടർ ഗ്രേറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ബോണ്ട് ലെങ്ത് എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് എന്നുള്ള കാര്യം നമുക്ക് ഈസി ആയിട്ട് പറയാം. ഇവിടെ എന്തായിരിക്കും? മോർ ഇലക്ട്രോ നെഗറ്റീവ് എലമെൻറ്റ് വന്നിട്ട് അറ്റാച്ച് ചെയ്യും. എവിടെ? ആക്സിയലിൽ. എവിടെ? ആക്സിയലിൽ. ക്ലിയർ ആണല്ലോ? യെസ്. ഇനി നോക്കിക്കോളൂ, വേറൊരു കാര്യമുണ്ട്, എപ്പിക്കോഫിലിസിറ്റി. ദ ടെൻഡൻസി ഓഫ് മോർ ഇലക്ട്രോ നെഗറ്റീവ് എലമെൻറ്റ് ടു ഓക്യുപ്പൈ ആക്സിയൽ പൊസിഷൻ ഈസ് നോൺ ആസ് വോട്ട്? എപ്പിക്കോഫിലിസിറ്റി. നേരത്തെ പറഞ്ഞ അതേ കാര്യം. അതായത് ലെറ്റ്സ് സേ ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ ആണ് വരുന്നത്. ആരാണ് ആക്സിയൽ പൊസിഷനിൽ ഏറ്റവും പെട്ടെന്ന് ഓക്യുപ്പൈ ചെയ്യുക? ഇതിൻ്റെ ഓർഡർ പറയുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ. അതായത് ഇലക്ട്രോ നെഗറ്റിവിറ്റിയുടെ ഓർഡർ എടുത്താൽ മതി. ഓക്കെ, ഇനി അടുത്തൊരു കാര്യം തരികയാണ് നിങ്ങൾക്ക്. ഫ്ലൂറിൻ, ഓക്സിജൻ, ക്ലോറിൻ, ബ്രോമിൻ എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ എപ്പിക്കോഫിലിസിറ്റിയുടെ ഓർഡർ എന്തായിരിക്കും? നിങ്ങൾ മേ ബി എഴുതുന്നുണ്ടാകും, വിച്ച് ഇസ് ഇങ്ങനെ എഴുതാം അല്ലേ, ഫ്ലൂറിൻ, ഓക്സിജൻ, ക്ലോറിൻ, ബ്രോമിൻ. പക്ഷെ ഇതെന്താണ്? ആക്ച്വലി തെറ്റാണ്. എന്തുകൊണ്ടാണ്? കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഡബിൾ ബോണ്ട് വരുമ്പോൾ അവരെവിടെ അറ്റാച്ച് ചെയ്യണം? യെസ്, ഇക്വറ്റോറിയൽ പൊസിഷനിലായിരിക്കണം. അപ്പോൾ മോണോ വാലൻറ്റ്, ബൈ വാലൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ ഓർഡർ എന്തായിരിക്കും? ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, ദെൻ കംസ് വോട്ട്? യെസ്, നിങ്ങളുടെ ഓക്സിജൻ. കാരണം ഓക്സിജൻ എന്താണ്? യെസ്, ബൈ വാലൻ്റ് ആണ്. ഓക്കെ, അതേസമയം ഇതെന്തായിരിക്കും? ദിസ് ഇസ് മോണോ വാലൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആദ്യം അതുകൂടെ നിങ്ങളൊന്ന് കൺസിഡർ ചെയ്തിരിക്കണം. ക്ലിയർ ആണല്ലോ? യെസ്, എപ്പിക്കോഫിലിസിറ്റി. ഇനി ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾക്കൊന്ന് സോൾവ് ചെയ്യാൻ പറ്റുമോ? ഇവിടെ നോക്കൂ, PCF3CH3 ത്രൈസ്. ആരാണ് കുറച്ചുകൂടെ ഇലക്ട്രോ നെഗറ്റീവ്? ഓഫ് കോഴ്സ് CF3 ആണ്. അപ്പോൾ എന്തായിരിക്കും? CF3 അല്ലേ. ഫ്ലൂറിൻ ആണ് കുറച്ചും കൂടെ ഇലക്ട്രോ നെഗറ്റീവ് ആണ് അല്ലേ, CH3യേക്കാൾ. അപ്പോൾ എന്തായിരിക്കും? CH3 നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇക്വിറ്റോറിയലിൽ കൊടുത്താൽ മതി. അടുത്ത നോക്കിക്കോളൂ, SCF2CH3 4. അപ്പോൾ നിങ്ങൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, സൾഫറിൻ്റെ വാലൻസി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 ആണ്, നോട്ട് 5. അങ്ങനെയാകുമ്പോൾ മക്കളെ ഇതെന്തായിരിക്കണം? CH3 സിംഗിൾ ബോണ്ടാണ്, പക്ഷേ CF2 എന്ന് പറയുമ്പോൾ അതെന്താണ്? ഡബിൾ ബോണ്ടാണ്. ഡബിൾ ബോണ്ട് എവിടെ അറ്റാച്ച് ചെയ്തിരിക്കണം? യെസ്, ഇക്വിറ്റോറിയൽ അറ്റാച്ച് ചെയ്തിരിക്കണം. ബാക്കി എന്ത് ചെയ്താൽ മതി നിങ്ങൾ? യെസ്, CH3 എന്നുള്ള രീതിയിൽ ഇവിടെ അങ്ങ് എഴുതിപ്പോയാൽ മതി. CH3 ആൻഡ് CH3. ഇത്രയേ ഉള്ളൂ. ബെൻസ് റൂള്, എപ്പിക്കോഫിലിസിറ്റി. ക്ലിയർ ആണല്ലോ? ഓൾ ഡൺ. ഓക്കെ, ഇനി ഒരൊറ്റ കാര്യം കൂടെ പറയാനുണ്ട്. ഇതിൻ്റെ ബോണ്ട് ആംഗിൾ പറയാൻ ഞാൻ ആക്ച്വലി വിട്ടുപോയി. ഓക്കെ, അതായത് എത്രത്തോളം ബോണ്ട് ആംഗിൾസ് പ്രസൻ്റ് ആണ് ട്രൈഗണൽ ബൈപിരമിഡിൽ. ഓക്കെ, നോക്കിക്കോളൂ, ബോണ്ട് ആംഗിൾസ് ഇൻ ട്രൈഗണൽ ബൈപിരമിഡൽ. ഓക്കെ, അപ്പോൾ സിമ്പിൾ ആണടാ. ഇത് എന്ത് ടൈപ്പാണ്? AB5 ടൈപ്പാണ് അല്ലേ. നിങ്ങൾ ജനറലി ABN ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ബോണ്ട് ആംഗിൾ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ബോണ്ട് ആംഗിൾ ഇസ് ഈക്വൽ ടു NC2. അതായത് ഇവിടെ എൻ്റെ വാല്യൂ എത്രയാ? യെസ്, 5 ആണ്. അപ്പോൾ ഇതെന്തായിരിക്കും? 5C2. എങ്ങനെയാണ് 5C2നെ സോൾവ് ചെയ്യുക?
എൻ സി ആറിനെ എങ്ങനെ സോൾവ് ചെയ്യുക അറിയോ? എൻ സി ആർ ഇസ് ഈക്വൽ ടു എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ആർ ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് ആർ ഫാക്ടോറിയൽ. ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ 5C2നെ ഇതേപോലെ നിങ്ങൾക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. എന്താണ്? 5 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ആർ ഫാക്ടോറിയൽ 2 ഫാക്ടോറിയൽ ഡിവൈഡ് ഇൻറ്റു എന്തായിരിക്കും 5 മൈനസ് 2 ദാറ്റ് ഈസ് 3 ഫാക്ടോറിയൽ. ഓക്കെ, 5 ഫാക്ടോറിയലിനെ നമുക്ക് എങ്ങനെ എഴുതാം? യെസ്, 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഫാക്ടോറിയൽ എന്നുള്ള രീതിയിൽ എഴുതാൻ പറ്റും. 3 ഫാക്ടോറിയൽ എന്ത് ചെയ്യാൻ പറ്റും? കട്ട് ചെയ്ത് ഒഴിവാക്കാൻ പറ്റും. സോ ടോട്ടൽ ബോണ്ട് ആംഗിൾസ് എത്രയായിരിക്കും? ടോട്ടൽ ബോണ്ട് ആംഗിൾസ് ഇസ് ഈക്വൽ ടു 5 ഇൻറ്റു 4 എത്രയാ? 20. 20/2 എത്രയാ? ടോട്ടൽ ബോണ്ട് ആംഗിൾ 10 ആയിരിക്കും. ഇനി ഈ 10 ഏതൊക്കെയാണ് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നോക്കിക്കോളൂ, ഇതാണ് നമ്മുടെ അല്ലേ AB5 എന്നൊക്കെ പറയുന്നത്. ഇതാ. ഓക്കെ, നമുക്കറിയാം ഇക്വിറ്റോറിയൽ ബോണ്ട് ആംഗിൾ ഇതെത്രയാണ്? 120. എത്ര 120 ബോണ്ട് ആംഗിൾസ് ഉണ്ട്? 3 അല്ലേ? ആൻഡ് ആക്സിയലിലുള്ള ഈ ബോണ്ട് ആംഗിൾ അല്ലേ, ഇവർ തമ്മിൽ ആക്സിയലുള്ള ബോണ്ട് ആംഗിൾ എത്രയാ? 180 ഡിഗ്രി. എത്രയാ? 1. ഇതിന് എക്സ്പ്ലനേഷൻ ഒന്നുമില്ല, വേണ്ട ആവശ്യമില്ല അല്ലേ? യെസ്. ഇനി 90 ഡിഗ്രി ആണെങ്കിലോ മക്കളെ, 90 ഡിഗ്രി ആകുമ്പോഴാണ് കുട്ടികൾക്ക് കൺഫ്യൂഷൻ വരുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇതാണ് നമ്മുടെ പ്ലെയിൻ അല്ലേ? ഈ പ്ലെയിനിൽ ഇതാ ഇവിടെ എന്തുണ്ട്? എ ഉണ്ട്, ബി ഉണ്ട്, ഇവിടെ ഉണ്ട്. ഓക്കെ, AB3. ഇനി ഒരാൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇയാൾ ഇവരുമായിട്ട് എത്ര ബോണ്ട് ആംഗിൾ ഫോം ചെയ്യുന്നുണ്ടാകും? ഇതാ ഇവിടെ ഉണ്ടെങ്കിൽ ഇത് എത്രയായിരിക്കും? 90. അതേപോലെ ഇവിടെയും 90, ഇവിടെയും എന്താ? 90. അപ്പോൾ 3 90. ഇതേപോലെ താഴെ ഉണ്ടാവത്തില്ലേ? യെസ്. അപ്പോൾ താഴെയും മുകളിലും 3 90 ഡിഗ്രി. എത്രയായിരിക്കും ഇവിടെ? അപ്പോൾ യെസ്, 6 90 ഡിഗ്രീസ് ഉണ്ടാവും. സോ ഇൻ ടോട്ടൽ എത്രയായിരിക്കും ഇവിടെ? ഇൻ ടോട്ടൽ യു വിൽ ബി ഗെറ്റിംഗ് വാട്ട്? സോറി ഫോർ ദിസ്. ഇൻ ടോട്ടൽ യു വിൽ ബി ഗെറ്റിംഗ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 10 ബോണ്ട് ആംഗിൾസ് ഉണ്ടാവും. അപ്പോൾ ഇതൊന്ന് ആലോചിച്ച് വെക്കുക. 120 എത്രയാണ്? 3 ഇസ് 181 ആൻഡ് 90 എത്രയാണ്? 6. ക്ലിയർ? ഇത്രയേ ഉള്ളൂ TBP. ഇനി നോക്കിക്കോളൂ, നമ്മൾ സ്ക്വയർ പിരമിഡൽ ജോമെട്രിയിലേക്ക് വരികയാണെങ്കിൽ എങ്ങനെയാണ് സ്ക്വയർ പിരമിഡൽ? നമുക്ക് ഇതേപോലെ അല്ലേ, ഇതാ ഒരു സ്ക്വയർ ഇവിടെ വരക്കാം. ഓക്കെ, ആൻഡ് വി വിൽ ഹാവ് വാട്ട്? ഒരു യെസ്, ഇങ്ങനെ ഉണ്ടാവും അല്ലേ? സിംപ്ലി നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. യെസ്, ഇതും AB5 കേസ് തന്നെയാണല്ലേ? SP3D. ഡി എന്താണെന്നേ ഉള്ളൂ. യെസ്, ഡി എന്താണ്? x² - y² ആണെന്നുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ. അപ്പോൾ ഇവിടെയും ടോട്ടൽ നമ്പർ ഓഫ് ബോണ്ട് ആംഗിൾസ് എങ്ങനെ കണ്ടുപിടിക്കുക? ടോട്ടൽ നമ്പർ ഓഫ് ബോണ്ട് ആംഗിൾസ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? NC2 which is 5C2 അല്ലേ? 5C2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇവിടെ ഇപ്പം നമ്മൾ സോൾവ് ചെയ്തതേ ഉള്ളൂ. 5C2 എത്രയാ? 10. ഇനിയും സോൾവ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഈ 10 ഏതൊക്കെയാണ് എന്നുള്ളത് ഒന്ന് നോക്കാം. നോക്കിക്കോ, ഇവിടെ നോക്കിക്കോ, ഇതൊക്കെ എന്തായിരിക്കും? സ്ക്വയർ ആണല്ലേ? സ്ക്വയർ പിരമിഡൽ. സ്വാഭാവികമായിട്ടും ഇവിടെ എത്ര ഉണ്ടാകും? യെസ്, 4 90 ഡിഗ്രി ബോണ്ട് ആംഗിൾസ് ഉണ്ടാകും അല്ലേ? യെസ്. ഇതേപോലെ തന്നെ മുകളിൽ നിന്നുള്ള ഈ പ്ലെയിനിലേക്കുള്ളത് അല്ലേ, എത്ര ഉണ്ടാകും? 4 ലിഗാൻസ് ആണുള്ളത്. അങ്ങനെയാണെങ്കിൽ അവിടെയും എന്തുണ്ടാവും? 4 90 ഡിഗ്രി ഉണ്ടാവും. അതായത് ഇവർ മേക്ക് ചെയ്യുന്നതാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഇയാളുമായിട്ടും ഈ 4 ആളുകളായിട്ടും മേക്ക് ചെയ്യുന്നത് എത്രയാ? 90 ഡിഗ്രി. ഓക്കെ, സോ ടോട്ടൽ ഓഫ് എത്ര 90 ഡിഗ്രി മക്കളെ? 8 90 ഡിഗ്രി ഉണ്ടാവും. ആൻഡ് ബാക്കിയുള്ള 2 എന്താണ്? 2 ഇതാ ഇങ്ങനെയുള്ളത് അല്ലേ, സ്ക്വയർ അല്ലേ? ഇതെന്തായിരിക്കും? യെസ്, ഒരു 180 ഒരു 180. അപ്പോൾ എത്രയായിരിക്കും? യെസ്, ദർ വിൽ ബി 2 180 ഡിഗ്രി ബോണ്ട് ആംഗിൾസും ഉണ്ടാവും. 2 180 ഡിഗ്രി ബോണ്ട് ആംഗിളും കൂടെ ഉണ്ടാകും. ഓക്കെ, അതായത് ടോട്ടൽ എത്രയായി? 10 ബോണ്ട് ആംഗിൾസ് നമ്മൾ 5C2 കണ്ടുപിടിച്ചതുപോലെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇനി എന്തുകൊണ്ട് സ്ക്വയർ പിരമിഡിൽ ലെസ് ഫേവേർഡ് ആകുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര 90 ഡിഗ്രിയാണ് മക്കളെ? 8 90 ഡിഗ്രി. അതേസമയം ട്രയാഗണൽ ബൈ പിരമിഡിൽ എത്ര 90 ഡിഗ്രിയാണ്? 6 90 ഡിഗ്രിയാണ്. അതായത് മക്കളെ ഇത്രയേ ഉള്ളൂ കാര്യം. അതായത് ലെസ്സർ ആയിട്ടുള്ള ബോണ്ട് ആംഗിൾ ഇവിടെ 120 180 90. അതേപോലെ ഇവിടെയും എന്താണ്? ലെസ്സർ ആയിട്ടുള്ള ബോണ്ട് ആംഗിൾ എത്രയാ? ഏതാണ്? 90 ഡിഗ്രി. അത് കൂടുതലാണെങ്കിൽ യെസ്, നോക്കണേ എന്താ പറഞ്ഞിരിക്കുന്നത്? ലെസ്സർ ആയിട്ടുള്ള ബോണ്ട് ആംഗിൾ ഗ്രേറ്റർ നമ്പറിൽ പ്രസന്റ് ആണെങ്കിൽ അത് സ്വാഭാവികമായിട്ടും എന്തായിരിക്കും? ലെസ് ഫേവേർഡ് ആയിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, സ്റ്റെറിക്കലി ഇറ്റ് ഈസ് ലെസ് ഫേവേർഡ്. അതുകൊണ്ടാണ് നമ്മുടെ സ്ക്വയർ പിരമിഡൽ എന്ത് ചെയ്യുന്നത്? യെസ്, ഇവിടെ എത്രയാണ്? ലെസ്സർ ആയിട്ടുള്ള 8 90 ഡിഗ്രി ഉണ്ട്. അതായത് ദിസ് ഈസ് സ്റ്റെറിക്കലി ലെസ് ഫേവേർഡ് എന്നുള്ളതാണ്. ഓക്കെ, അതേസമയം ട്രയാഗണൽ ബൈ പിരമിഡിലാകുമ്പോൾ എന്തായിരിക്കും? 6 90 ഡിഗ്രീസേ ഉള്ളൂ.
അതുകൊണ്ട് ഇതെന്തായിരിക്കും, കുറച്ചും കൂടെ ഫേവേർഡ് ആയിരിക്കും എന്നുള്ള കാര്യം ആലോചിച്ച് നോക്കുക. ഇത്രയേ ഉള്ളൂ. ഇനി നോക്കിക്കോളെ, സ്ക്വയർ പിരമിഡിൽ അടുത്ത ചോദ്യം ഫേവേർഡ് അല്ലെന്ന് പറയുന്നു. എപ്പോഴാണ് ആക്ച്വലി ഫേവർ ചെയ്യപ്പെടുന്നത്? യെസ്, അതപ്പോൾ പറയേണ്ടത് വെൻ ബോത്ത് സെൻട്രൽ ആറ്റം ആൻഡ് സറൗണ്ടിങ് ആറ്റം ബൾക്കി ആണെങ്കിൽ എന്തായിരിക്കും? യെസ്, നിങ്ങളുടെ സ്ക്വയർ പിരമിഡൽ എന്തായിരിക്കും? സ്ക്വയർ പിരമിഡൽ ജോമെട്രി എന്ത് ചെയ്യും? ഫേവർ ചെയ്യും എന്നുള്ളത് മനസ്സിലാക്കുക. സോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതാ SbPH5, ഓക്കെ, ആൻറ്റിമണി എന്താണ്? വലുതാണ്, ബൾക്കിയാണ്. അതേപോലെ PHും ഫിനൈൽ ഗ്രൂപ്പ് എന്താണ്? ബൾക്കിയാണ്. സ്വാഭാവികമായിട്ടും ഇതെന്തായിരിക്കും? യെസ്, സ്ക്വയർ പിരമിഡൽ ജോമെട്രി ഫേവർ ചെയ്യും. ഇനി InCl5 2- രണ്ടുപേരും എന്താണ്? എഗെയിൻ ബൾക്കിയർ ആണ്. അങ്ങനെയാണെങ്കിൽ എഗെയിൻ ഇവരെന്തായിരിക്കും ഇവിടെ? യെസ്, ഫേവർ ചെയ്യപ്പെടും. സ്ക്വയർ പിരമിഡിൽ ഫേവർ ചെയ്യപ്പെടും. എന്താണ് റീസൺ? എന്തായിരിക്കും? നോക്കിക്കോളൂ. ഇതാ വെൻ നോക്കിക്കോളെ, ബോത്ത് സെൻട്രൽ ആറ്റം ആൻഡ് സറൗണ്ടിങ് ആറ്റം ബൾക്കിയർ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താവും? ആർ ബൾക്കിയർ എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും ആക്സിയൽ ബോണ്ട് ലെങ്ത് എന്താവും? ആക്സിയൽ ബോണ്ട് ലെങ്ത് ബിക്കംസ് ലോങ്ങർ. ആക്സിയൽ ബോണ്ട് ലെങ്ത് ബിക്കം വോട്ട്? ലോങ്ങർ. ഇങ്ങനെ ആക്സിയൽ ബോണ്ട് ലെങ്ത് കുറച്ചുകൂടെ വലുതാകുമ്പോൾ എന്താവും? ബോണ്ട് സ്ട്രെങ്ത് ഡിക്രീസ് ചെയ്യും. ബോണ്ട് എന്ത് സംഭവിക്കും? യെസ്, ബോണ്ട് റപ്ചർ ചെയ്യാനുള്ള കാരണമുണ്ടാകും. ഓക്കെ, അതുകൊണ്ടാണ് TBP എന്ത് ചെയ്യാത്തത്? ഇവർ അഡോപ്റ്റ് ചെയ്യാത്തത്. ബൾക്കിയർ ആകുമ്പോൾ ആക്സിയൽ ബോണ്ട് ലെങ്ത്, ഓൾറെഡി ഇവർ ബൾക്കിയർ ആണെങ്കിൽ ബോണ്ട് ലെങ്ത് എന്താവും? വളരെ കൂടും ആക്സിയൽ ബോണ്ട് ലെങ്ത്. അപ്പോൾ എന്ത് ചെയ്യത്തില്ല? TBP അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അക്കോമഡേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും? യെസ്, സ്ക്വയർ പിരമിഡിലേക്ക് അവർ വരും. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക കേട്ടോ. യെസ്, വൈ സ്ക്വയർ പിരമിഡൽ ഇസ് ഫേവേർഡ് ഇൻ ബൾക്കിയർ ആറ്റംസ് ആർ പ്രസൻറ്റ്. ഓക്കെ, യെസ്. ഇനിയാണ് മക്കളെ ബെറി സ്യൂഡോ റൊട്ടേഷൻ അല്ലെങ്കിൽ ഫ്ലക്ഷണൽ ബിഹേവിയർ എന്ന് നമ്മൾ പറയും. സ്പെസിഫിക്കലി ഇത് പറയുന്നത് PF5 എന്ന് പറയുന്ന മോളിക്യൂളിനാണ് കേട്ടോ. PF5 എന്ന് പറയുന്ന മോളിക്യൂളിനാണ്. അല്ലെങ്കിൽ നമ്മൾ പറയും ട്രയാഗണൽ ബൈപിരമിഡൽ ജോമെട്രിയുള്ള PF5നാണ് എന്ന് വിചാരിച്ച് എല്ലാ ട്രയാഗണൽ ബൈപിരമിഡൽ PCl5 ഒന്നും ബെറി സ്യൂഡോ റൊട്ടേഷൻ കാണിക്കത്തില്ല കേട്ടോ. എന്താണെന്നുള്ളത് നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? വിച്ച് ഇൻവോൾവ്സ് ഇന്റർചേഞ്ച് ബിറ്റ്വീൻ ആക്സിയൽ ആൻഡ് ഇക്വറ്റോറിയൽ ലിഗാൻഡ്സ് ഇൻ ട്രയാഗണൽ ബൈപിരമിഡൽ വയ സ്ക്വയർ പിരമിഡൽ ജോമെട്രി. പേടിക്കേണ്ട, കാര്യം പറഞ്ഞുതരാം. നോക്കൂ, അതായത് ഒരു PF5 ഉണ്ടെന്ന് വിചാരിക്കുക. ഇതല്ലേ നമ്മുടെ PF5? ഓക്കെ, ദിസ് ഇസ് F ആൻഡ് ദിസ് ഇസ് അവർ FF. ഓക്കെ, ഇതിനെ ഞാൻ എന്ത് വിളിക്കുന്നു? ഇതിനെ ഞാൻ A എന്ന് വിളിക്കുന്നു. ഇതിനെ ഞാൻ എന്ത് വിളിക്കുന്നു? B എന്നുള്ള രീതിയിൽ വിളിക്കുന്നു. ഓക്കെ, എന്നിട്ട് ഇവിടെ പറഞ്ഞതുപോലെ ഒരു ഇൻ്റർചേഞ്ച് ആണ് ബിറ്റ്വീൻ ആക്സിയൽ ആൻഡ് ഇക്വറ്റോറിയൽ ലിഗാൻഡ്സ്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? ഇവിടെ ഇവർ തമ്മിൽ ഒരു എന്തുണ്ടാവും? യെസ്, ഒരു ഇൻ്റർചേഞ്ച് ഉണ്ടാവും. അങ്ങനെ ഇൻ്റർചേഞ്ച് ആകുമ്പോൾ മക്കളെ നമുക്കൊരു ഇൻ്റർമീഡിയറ്റ് കിട്ടും എന്നാണ് പറയുന്നത്. ആ ഇൻ്റർമീഡിയറ്റ് എന്താ? സ്ക്വയർ പിരമിഡലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നോക്കിക്കോളെ, ഇവിടെയുള്ളത് എന്താ? യെസ്, DZ² ആണ്. കാരണം ഇതെന്താ? TBP ആണ്. DZ². ഇവിടെ ഇൻ്റർചേഞ്ച് നടക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയായിരിക്കും. ദാറ്റ് ഈസ് PF. ഓക്കെ, ഇവിടെ ഇങ്ങനെയൊക്കെ വരും. ഓക്കെ, സോ ദിസ് ഈസ് FB, FA എന്നുള്ള രീതിയിൽ വരും. അപ്പോൾ ഇതെന്തായിരിക്കും ഇവിടെ? ഇതൊരു ഇൻ്റർമീഡിയറ്റ് ആണ് വിച്ച് സ്ക്വയർ പിരമിഡൽ. അതായത് ഇവിടെ DZ² നിന്ന് ഇതെന്തായി മാറുന്നു? DX² - Y² ആയിട്ട് മാറുന്നുണ്ടാവും. ആൻഡ് നിങ്ങൾ നോക്കിക്കോളെ, ഇവിടെ ഇപ്പോൾ സ്ക്വയർ പിരമിഡലായി. ഇതിൻ്റെ നേരെ അടുത്ത സ്റ്റെപ്പിൽ എന്തായിരിക്കും? യെസ്, ഇവർ എന്ത് വരും? ഇങ്ങനെ വരും. ഓക്കെ, ദിസ് ഇസ് P. നിങ്ങളുടെ F ഇവിടെ ഉണ്ടാകും. ആൻഡ് ഇവിടെ നോക്കിക്കോ, ഇതെന്തായിരിക്കും? യെസ്, FB. ഇവിടെ എന്തായിട്ട് നോക്കിക്കോളൂ, ഇവിടെ FA ആയിരുന്നു. ഇവിടെ എന്ത് ചെയ്തു? ഇൻ്റർചേഞ്ച് ചെയ്തു. FB, FA എന്നുള്ള രീതിയിൽ ഇൻ്റർചേഞ്ച് നമുക്ക് കിട്ടും. സോ ഓൾ ഇൻ ഓൾ ഇവിടെ സംഭവിക്കുന്നത് എന്താ? ആദ്യം ട്രയാഗണൽ ബൈപിരമിഡൽ ഉണ്ടായിരുന്നു. ഇവിടെ എന്ത് നടന്നു? ഇൻ്റർചേഞ്ച് നടന്നു ഫ്ലൂറിൻ ആറ്റംസിൻ്റെ. ഓക്കെ, കാരണം നമ്മൾ എടുത്തിരിക്കുന്നത് എന്താ? PF5. ഓക്കെ, ഇൻ്റർചേഞ്ച് നടക്കുന്നു, സ്ക്വയർ പിരമിഡൽ ആകുന്നു. അഗെയിൻ നമുക്ക് തിരിച്ചെന്ത് കിട്ടുന്നു? TBP ജോമെട്രി നമുക്ക് കിട്ടുന്നു. ഓക്കെ,
നോക്കിക്കോ, ഇതെന്തായിരിക്കും? ഇത് ഡി സെഡ് സ്ക്വയർ ആണ്, ഇത് ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആയി, ആൻഡ് ദിസ് ഇസ് വോട്ട് ഡി സെഡ് സ്ക്വയർ. ഓക്കെ, ഇനി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളിതിൻ്റെ 19F NMR നോക്കിക്കോളെ, ഇവിടെ എന്താ ഉള്ളത്? ഫ്ലൂറിനല്ലേ ഉള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ 19F NMR എടുത്തപ്പോൾ നമുക്ക് കിട്ടിയത് ആക്ച്വലി ഒരു പീക്കാണ്, ഓൺലി 1 പീക്ക്. ഓക്കെ, ഇനി എന്തുകൊണ്ട് PCl5 കാണിക്കുന്നില്ല എന്നൊക്കെ ഞാൻ പറയാം കേട്ടോ, അതൊക്കെ നിങ്ങളുടെ മനസ്സിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാവും. പക്ഷേ അതൊക്കെ പറയുന്നതിന് മുൻപേ നമ്മൾ ഇതിൻ്റെ 19F NMR എടുത്തു. അപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണെന്ന് അറിയോ? നമുക്കൊരു സിംഗിൾ പീക്കാണ് കിട്ടിയത്. സിംഗിൾ പീക്ക്. നമ്മൾ 19F NMR എടുത്തു, നമുക്ക് കിട്ടിയ എന്താ? സിംഗിൾ പീക്ക്. എന്തുകൊണ്ടായിരിക്കും? നോക്കിക്കോളെ, ബിക്കോസ് ഈ ഇൻ്റർചേഞ്ച് അല്ലെങ്കിൽ ഈ എക്സ്ചേഞ്ച് എന്താണ്? വളരെ ഫാസ്റ്റാണ് മക്കളെ. എക്സ്ചേഞ്ച് ഇസ് വെരി ഫാസ്റ്റ്. അതായത് NMR മെഷീൻ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. NMR cannot detect. ഓക്കെ, അതാണ് സംഭവം. അതുകൊണ്ട് ഇവിടെ എന്തായിരിക്കും? ഈ ബെറി സ്യൂഡോ റൊട്ടേഷനിൽ എന്തായിരിക്കും? നമുക്കൊരു സിംഗിൾ പീക്കാണ് നമുക്ക് 19F NMRൽ കിട്ടുക. കാരണം എന്താ? അല്ലെങ്കിൽ നമുക്ക് എന്ത് കിട്ടണം? 2 പീക്ക് കിട്ടണ്ടേ? കാരണം ഒന്ന് ഇക്വറ്റോറിയലാണ്, രണ്ടാമത്തെ എന്താണ്? ആക്സിയലാണ്. അപ്പോൾ എന്ത് കിട്ടണം? നമുക്ക് 2 കിട്ടണമായിരുന്നു. പക്ഷേ ഇവിടെ എത്ര കിട്ടുന്നത്? ഒറ്റ ഒന്നേ കിട്ടുന്നുള്ളൂ. അപ്പോൾ നോക്കിക്കോ, ജസ്റ്റ് സിംപിളി നമ്മൾ NMR സ്പെക്ട്രം വരക്കുകയാണെങ്കിൽ നോക്കിക്കോ, ഇവിടെ എങ്ങനെയായിരിക്കും കേട്ടോ. ഓക്കെ, യെസ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ 19F NMR അറ്റ് റൂം ടെമ്പറേച്ചർ. റൂം ടെമ്പറേച്ചറിൽ ഇതാ ഇങ്ങനെ വരും. ഓക്കെ, ഒരു സിംഗിൾ പീക്കായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാകുക. ഓക്കെ, അതേസമയം ടെമ്പറേച്ചർ വളരെ കുറച്ച് കഴിഞ്ഞാൽ, ഓക്കെ, 19F അറ്റ് ലോ ടെമ്പറേച്ചർ, ഓക്കെ, അറ്റ് ലോ ടെമ്പറേച്ചർ ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 2 ഡിസ്റ്റിങ്ക്റ്റ് പീക്ക് കിട്ടും അല്ലേ? ഒരു സെക്കൻഡ്, യെസ്, നമുക്കൊരു പേജ് എടുക്കാം. നമുക്ക് എന്തായിരിക്കും? 2 ഡിസ്റ്റിങ്ക്റ്റ് പീക്ക് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, വി ഗെറ്റ് 2 ഡിസ്റ്റിങ്ക്റ്റ് പീക്സ്. ഏതൊക്കെയായിരിക്കും? യെസ്, ഇതിവിടെ അറ്റ് വെരി ലോ ടെമ്പറേച്ചർ. വെരി ലോ ടെമ്പറേച്ചർ. ആ പീക്ക് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയായിരിക്കും? യെസ്, ആക്സിയലും ഉണ്ടാകും, അതേപോലെ ഇക്വറ്റോറിയൽ പീക്കും ഉണ്ടാകും അല്ലേ? ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇതെന്താണ്? യെസ്, ആക്സിയൽ ആൻഡ് ഇക്വറ്റോറിയൽ ആയിരിക്കും. ആക്സിയൽ ആൻഡ് ഇക്വറ്റോറിയൽ. ഓക്കെ, ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ബിക്കോസ് ഓഫ് ദിസ് ബെറി സ്യൂഡോ റൊട്ടേഷൻ, PF5ൻ്റെ കേസാണ് പറയുന്നത് അല്ലേ? നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്? യെസ്, 2 ഡിഫറൻ്റ് ആയിട്ടുള്ള FB FA എന്ന് പറയുകയാണെങ്കിൽ നമ്മളെന്താ എക്സ്പെക്ട് ചെയ്യുന്നത്? PCl5ൻ്റെ കേസിലൊക്കെ അല്ലേ? ഇപ്പോൾ PCl5 ഞാൻ പറയാം, PCl5ൻ്റെ കേസ് നമുക്ക് പറയാം കേട്ടോ. PCl5 എന്ത് കാണിക്കത്തില്ല? ബെറി സ്യൂഡോ റൊട്ടേഷൻ കാണിക്കത്തില്ല, അത് നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇത് B എന്നും ഇത് A എന്നും വിചാരിക്കുക. ഇക്വറ്റോറിയൽ ബോണ്ട് ലെങ്ത് Aയും ആക്സിയൽ B ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും ബോണ്ട് ലെങ്ത് എന്തായിരിക്കും? B ഈസ് ഗ്രേറ്റർ ദാൻ A. പക്ഷേ ഇവിടെ എന്താണ്? A ഈസ് ഈക്വൽ ടു B ആയിരിക്കും. ബോണ്ട് ലെങ്ത് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ബോണ്ട് ലെങ്ത് എന്താണ്? സെയിം. ബിക്കോസ് ഓഫ് വാട്ട്? ബിക്കോസ് ഓഫ് ബെറി സ്യൂഡോ റൊട്ടേഷൻ. ഓൾറൈറ്റ്, ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത്, why PF5 undergoes Berry pseudo rotation, not PCl5? നോട്ട് PCl5. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻ്റർമീഡിയറ്റ് ജോമെട്രി എന്താണ്? സ്ക്വയർ പിരമിഡലാണ് അല്ലേ? ഇതെന്താണ്? ട്രയാഗണൽ ബൈപിരമിഡലാണ്. ഓക്കെ, PF5ൻ്റെ കേസിൽ ഇവർ തമ്മിലുള്ള എനർജി, അതായത് ഇതാണ് നമ്മുടെ ഇൻ്റർമീഡിയറ്റ് ജോമെട്രി അല്ലേ? ഇൻ്റർമീഡിയറ്റ് ജോമെട്രി എന്താണ്? സ്ക്വയർ പിരമിഡലാണ്. സോ ഈ എനർജി ഡിഫറൻസ് എന്താണ്? ഈ ഡെൽറ്റ ഇ എന്ന് പറയുന്നത് എന്താ? യെസ്, ലെസ് ആണ്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഈ ട്രയാഗണൽ ബൈപിരമിഡലിന് സ്ക്വയർ പിരമിഡലിലേക്ക് പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇൻ്റർചേഞ്ച് ചെയ്യാൻ പറ്റും. വിച്ച് മീൻസ് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബെറി സ്യൂഡോ റൊട്ടേഷൻ കാണിക്കാൻ പറ്റും. അപ്പോൾ PCl5 എന്തായിരിക്കും? PCl5ൽ യെസ്, നമ്മുടെ TBPയും സ്ക്വയർ പിരമിഡലും തമ്മിലുള്ള സ്വാഭാവികമായിട്ടും ഈ എനർജി എന്തായിരിക്കും? വളരെ ഹൈ ആയിരിക്കും. ഓക്കെ, വളരെ ഹൈ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ജോമെട്രി സ്ക്വയർ പിരമിഡൽ കിട്ടുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും? BPR നോട്ട് പോസിബിൾ ആയിരിക്കും. ക്ലിയർ ആണല്ലോ? യെസ്, ഒരു പ്രാവശ്യം കൂടെ പറയാം.
ഇൻ പി എഫ് ഫൈവ് എന്തായിരിക്കും ഈ ഡെൽറ്റ ഇ ബിറ്റ്വീൻ ഈ ജോമെട്രീസ് എന്തായിരിക്കും ലെസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ബെറി സ്യൂഡോ റൊട്ടേഷൻ ഇവിടെ പോസിബിൾ ആയിരിക്കും. ഇനി അടുത്തൊരു കാര്യം നോക്കിക്കോളെ, ബെറി സ്യൂഡോ റൊട്ടേഷൻ എങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, ക്യാൻ വി സ്റ്റോപ്പ് ബെറി സ്യൂഡോ റൊട്ടേഷൻ എന്നുള്ളൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ട് തരത്തിലുള്ള എനർജി ഉണ്ടാവും. ഇപ്പോൾ ഞാൻ പറഞ്ഞു പി എഫ് ഫൈവിൻ്റെ കേസിൽ ഇതാ നമ്മുടെ ടി ബി പി ഉണ്ട്, അതേപോലെ സ്ക്വയർ പിരമിഡിലും ഉണ്ട്. ഓക്കെ, ഇവിടെ തെർമൽ എനർജി എന്താണ്, മോളിക്യൂളിലുള്ള എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്, വിൽ ബി ഗ്രേറ്റർ ദാൻ വോട്ട്, ഡെൽറ്റ ഇ ആണ്. ഓക്കെ, ഇനി പി സി എൽ ഫൈവിൻ്റെ കേസ് പറയുകയാണെങ്കിലോ, ദിസ് ഇസ് പി സി എൽ ഫൈവ്. നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് കേട്ടോ, വേറെ ഒന്നുമില്ല. സ്ക്വയർ പിരമിഡിൽ ഇവിടെ ഉണ്ട്, അതേപോലെ ഇവിടെ എന്തുണ്ട്, ടി ബി പി ഉണ്ട്. ഓക്കെ, ദിസ് ഇസ് സ്ക്വയർ പിരമിഡ്. അപ്പോൾ ഇതിൻ്റെ എനർജി എന്താണ്, ഡെൽറ്റ ഇ എന്താണ്, വളരെ കൂടുതലാണ്. ഡെൽറ്റ ഇ ഈസ് വെരി ഹൈ. അപ്പോൾ നമ്മൾ ചോദിക്കുന്നത് ക്യാൻ വി സ്റ്റോപ്പ് ബെറി സ്യൂഡോ റൊട്ടേഷൻ എന്നാണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്താൽ മതി, ഇവിടെയുള്ള ഈ ഇൻ്റർ കൺവേർഷൻ നടന്നിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ബെറി സ്യൂഡോ റൊട്ടേഷൻ എന്താവും, നടക്കത്തില്ല. കാര്യം മനസ്സിലാക്കുന്നുണ്ടോ? അതായത് ഇവിടെ ഇൻ്റർചേഞ്ച് നടക്കുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ബെറി സ്യൂഡോ റൊട്ടേഷൻ നടക്കത്തില്ല. അതെങ്ങനെയൊക്കെ ചെയ്യാം നമുക്ക്? ആദ്യമായിട്ട് ഈ ഡെൽറ്റ തെർമൽ എനർജി എന്ത് ചെയ്യുക, കുറയ്ക്കുക അല്ലേ. എന്തൊക്കെയായിരിക്കും രണ്ട് കണ്ടീഷൻ? ബൈ ഡിക്രീസിങ് തെർമൽ എനർജി. തെർമൽ എനർജി എന്ന് പറഞ്ഞാൽ മക്കളെ ടെമ്പറേച്ചർ എന്ത് ചെയ്യുക, നമ്മൾ ഡിക്രീസ് ചെയ്യുക. നമ്മൾ നേരത്തെ കണ്ടായിരുന്നു അല്ലേ. യെസ്, ഇവിടെ നോക്കിയേ, ഇതാ ഇവിടെ എന്താണ്, അറ്റ് വെരി ലോ ടെമ്പറേച്ചർ ഈ എക്സ്ചേഞ്ച് എന്ത് നടക്കത്തില്ല, ബെറി സ്യൂഡോ റൊട്ടേഷൻ നടക്കത്തില്ല, എക്സ്ചേഞ്ച് നടക്കത്തില്ല. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം അല്ലേ. നമ്മൾ എന്ത് ചെയ്യുന്നു, ടെമ്പറേച്ചർ വളരെ കുറയ്ക്കുന്നു, അപ്പോൾ എന്ത് നടക്കത്തില്ല, ഈ ഇൻ്റർചേഞ്ച് നടക്കത്തില്ല. രണ്ടാമത്തെ കാര്യം എന്താ, യെസ്, ഈ ഡെൽറ്റ ഇ എന്ത് ചെയ്യുക, വളരെ കൂട്ടുക. ഡെൽറ്റ ഇ, make delta E very high. Make delta E very high. ഇതെങ്ങനെയാണ് ചെയ്യുക? യെസ്, ബൈ യൂസിങ് ബൾക്കിയർ ആറ്റംസ്. ഓക്കെ, ഈ രണ്ട് പോസിബിലിറ്റീസ്. അപ്പോൾ ടെമ്പറേച്ചറിൻ്റെ കേസ് ഞാൻ ഓൾറെഡി പറഞ്ഞു. ടെമ്പറേച്ചർ വളരെ വെരി ലോ ആക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ബെറി സ്യൂഡോ റൊട്ടേഷൻ ഇസ് നോട്ട് പോസിബിൾ. ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ഇ കൂട്ടുക എന്നുള്ളതാണ്. ഇപ്പം ഞാൻ പറഞ്ഞു പി എഫ് ഫൈവ് എന്ത് ചെയ്യുന്നു, യെസ് കാണിക്കുന്നു. ഇനി ഞാൻ പറയുകയാണ് പി എഫ് ഫോർ സി എൽ കാണിക്കുമോ, അതേപോലെ പി എഫ് ത്രീ സി എൽ ടു കാണിക്കുമോ എന്നൊക്കെ ഞാൻ ചോദിക്കും. ഓക്കെ, അല്ലെങ്കിൽ അടുത്ത പേജിൽ നമുക്ക് ഇതൊരു പ്രാവശ്യം കൂടെ എഴുതാം. ഓക്കെ, ഇവിടെ ആരൊക്കെ ബെറി സ്യൂഡോ റൊട്ടേഷൻ കാണിക്കും എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, പി എഫ് ഫൈവ് കാണിക്കുമോ, അതേപോലെ നിങ്ങളോട് ചോദിക്കും പി എഫ് ഫോർ സി എൽ കാണിക്കുമോ, പി എഫ് ത്രീ സി എൽ ടു കാണിക്കുമോ, അതേപോലെ പി എഫ് ടു സി എൽ ത്രീ കാണിക്കുമോ, പി എഫ് സി എൽ ഫോർ കാണിക്കുമോ, പി സി എൽ ഫൈവ് കാണിക്കുമോ എന്നൊക്കെ നിങ്ങളോട് ചോദിക്കും. ഏതായിരിക്കും ഇവിടെ? പി എഫ് ഫൈവ് കാണിക്കും, പി എഫ് ഫോർ സി എല്ലും കാണിക്കും, പി എഫ് ത്രീ സി എൽ ടുവും കാണിക്കും. ഓക്കെ, എന്താ ഈ സംഭവം എന്ന് പറഞ്ഞാൽ, ഇതാ ഈ പി എഫ് ത്രീ സി എൽ ടു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും, ഇതാണല്ലോ പി എഫ് ത്രീ സി എൽ ടു. ഓക്കെ, ഇതാണ് പി എഫ് ത്രീ സി എൽ ടു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ എന്ത് നടക്കും, ആക്സിയൽ ഇക്വിറ്റോറിയൽ ബോൺസ് എന്ത് ചെയ്യും, എക്സ്ചേഞ്ച് ചെയ്യും. ഓക്കെ, അപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇവിടെ എന്തായിരിക്കും, ബെറി സ്യൂഡോ റൊട്ടേഷൻ നടക്കും. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇനിയിപ്പോൾ ഇത് ഞാൻ പറഞ്ഞിട്ടില്ല, പി എഫ് ഫോർ സി എൽ ആണെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാം അല്ലേ. പി എഫ് ഫോർ സി എൽ ആണെങ്കിൽ ഒരു പ്രശ്നമില്ല, ഇവിടെ എന്താണ്, ഒരു ഫ്ലൂറിനും കൊടുത്തിട്ട് ഇവിടെയും എന്ത് നടക്കും, എക്സ്ചേഞ്ച് നടക്കും, കുഴപ്പമൊന്നുമില്ല. അതേസമയം ഇവിടെ നോക്കിക്കോളൂ, പി എഫ് ടു സി എൽ ത്രീ നടക്കത്തില്ലെന്ന് ഞാൻ പറയും. എന്തുകൊണ്ടാണ് നോക്കൂ, ഇതാണ് നമ്മുടെ പി എഫ് ടു സി എൽ ത്രീ. ഓക്കെ, പി എഫ് ടു സി എൽ ത്രീ. ഓക്കെ, നിങ്ങൾ പറയുകയാണ് ഇവിടെ എന്താണ്, ഇൻ്റർചേഞ്ച് നടക്കുകയാണ്. ഇങ്ങനെ ഇൻ്റർചേഞ്ച് നടന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇവിടെ ബെറി സ്യൂഡോ റൊട്ടേഷൻ നടക്കത്തില്ല എന്ന് ഞാൻ പറയുന്നു. ഇനി നടന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക, റിസൾട്ടൻ്റ് എന്തായിരിക്കും? ഇവിടെ ഈ സി എൽ ഇവിടെ പോകും, ഫ്ലൂറിൻ ഇവിടെ വരും. ഇത് പോസിബിൾ ആണോ? അല്ല. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഓഫ് ബെൻസ് റൂൾ. മക്കളെ, ബെൻസ് റൂൾ പ്രകാരം ഫ്ലൂറിൻ എവിടെ വരണം, ഫ്ലൂറിൻ എവിടെ വരണം, ആക്സിയൽ പൊസിഷനിൽ വരണം. അതുകൊണ്ട് തന്നെ ഇത് പോസിബിൾ ആണോ? അല്ല. ഇവിടെ എന്ത് നടക്കത്തില്ല, എക്സ്ചേഞ്ച് നടക്കത്തില്ല. കാര്യം മനസ്സിലായില്ലേ?
അതേപോലെ തന്നെ PF4CL4 നടക്കുമോ? ബെറി സ്യൂഡോ റൊട്ടേഷൻ നടക്കുമോ? ഇല്ല, ബെറി സ്യൂഡോ റൊട്ടേഷൻ നടക്കത്തില്ല. ഇനി അടുത്ത കാര്യം PCl5 ആണെങ്കിലോ? PCl5 ആണെങ്കിൽ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഓക്കെ ഇവിടെ നടക്കാമല്ലോ, ആക്സിയലും ഇക്വറ്റോറിയലും ഒക്കെ സെയിം ആണല്ലോ, അപ്പോൾ പിന്നെ വിഷയമല്ലോ, എക്സ്ചേഞ്ച് നടക്കാമല്ലോ എന്ന്, അല്ലേ? പക്ഷേ ഇവിടെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ ബെറി സ്യൂഡോ റൊട്ടേഷൻ നടക്കത്തില്ല. കാരണം എന്താ? ബൾക്കിയർ സബ്സ്റ്റിറ്റ്യൂവൻ്റ് വരുമ്പോൾ നമ്മുടെ ഡെൽറ്റ ഇ ഓർമ്മയുണ്ടോ? തെർമൽ എനർജി അതേപോലെ ഈ ട്രയാഗണൽ ബൈപിരമിഡിലും സ്ക്വയർ പിരമിഡിലും തമ്മിലുള്ള TBP സ്ക്വയർ പിരമിഡൽ, ഈ ഡെൽറ്റ ഇ എന്താവും? വെരി ഹൈ ആകും, വെരി ഹൈ. ഓക്കെ, അങ്ങനെ വെരി ഹൈ ആണെങ്കിൽ എന്തായിരിക്കും? വെരി ഹൈ ആണെങ്കിൽ എന്തായിരിക്കും? ഇൻ്റർമീഡിയറ്റ് ജോമെട്രി ഇത് കിട്ടത്തില്ല. അത് കിട്ടിയിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ബെറി സ്യൂഡോ റൊട്ടേഷൻ നടക്കത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് വേറൊരു കാര്യം തോന്നാം, ഇത് കൂടുതലല്ലേ, അങ്ങനെയാണെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടിയാൽ പോരെ? ക്യാൻ അപ്പോൺ increasing the temperature PCl5 shows ബെറി സ്യൂഡോ റൊട്ടേഷൻ എന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷേ മക്കളെ PCl5 ഓക്കെ ഹീറ്റപ്പ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബ്രേക്ക് ഇൻ ടു PCl3 ആൻഡ് Cl2. അപ്പോൾ നമുക്ക് സ്ക്വയർ പിരമിഡൽ കിട്ടുമോ? ഇല്ല, വിൽ നോട്ട് ഗെറ്റ് സ്ക്വയർ പിരമിഡൽ. ഓക്കെ, അതുകൊണ്ട് തന്നെ PCl5 ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? നെവർ ഷോസ് വോട്ട് ബെറി സ്യൂഡോ റൊട്ടേഷൻ. ഓൾറൈറ്റ്, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സ്റ്റെറിക് നമ്പർ 5 വെച്ചിട്ട് പറയാനുള്ളത്. ഇനി അടുത്ത സെഷനിൽ നമുക്ക് 6ഉം 7ഉം 8ഉം ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ തന്നെ പഠിക്കാം. അപ്പോൾ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് തന്നെ വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.